3500ഓളം സിറ്റി മൊബൈൽ സർവീസുകളുണ്ടായിരുന്നു, ബസ് സർവീസ്. ഇന്നത് 2000-ന് അടുത്തേ ഉള്ളൂ. അപ്പം ഏതാണ്ട് പകുതിയോളം ബസ്സുകളുടെ ട്രാഫിക്കുകളെ കുറഞ്ഞു. പക്ഷേ ആക്സിഡൻറ്റ് കൂടുന്നു. കാരണം എന്താ പറയുക, അന്നുണ്ടായിരുന്ന 2 വീലേഴ്സ്, 3 വീലേഴ്സ്, 4 വീലേഴ്സ് അതൊക്കെ അന്നുള്ളതിനേക്കാൾ ഏതാണ്ട് 1000 ഇരട്ടി വർദ്ധിച്ചു. റോഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഈ പെഡസ്ട്രിയൻസ് ഒഴിവാക്കിയാൽ ബാക്കിയുള്ള എല്ലാം ഡ്രൈവേഴ്സിലായിരിക്കുന്നു. ഡ്രൈവേഴ്സിൻ്റെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ വാഹനം ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഞാനൊരു പബ്ലിക് സർവീസ് വെഹിക്കിളാണെങ്കിൽ ഞാൻ ഒരു പാസഞ്ചറിനെ അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉള്ള ഒരു സഹയാത്രികനെ ഇവിടുന്നെടുത്ത് ഏതായാലും ശരി ഇവിടുന്നെടുത്ത് എനിക്കുൾപ്പെടെ യാതൊരു അപകടവും സംഭവിക്കാതെ കൃത്യസമയത്ത് ഭയാശങ്കകളില്ലാതെ ആ സ്ഥലത്ത് എത്തിക്കുന്നു എന്ന് പറയുന്നതാണ് ഒരു ഡ്രൈവറുടെ ശരിക്കുള്ള ക്വാളിറ്റി. അങ്ങനെ ഡ്രൈവർമാർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ? പിന്നെ 3 വീലേഴ്സിന് ഒരു പ്രത്യേക പ്രിവിലേജ് ഉണ്ട്. അവർക്ക് യൂണിയനും വളരെ സ്ട്രോങ് ആണ്. ഓൺ ദി റോഡാണല്ലോ അവരുടെ എഫക്റ്റീവ്നെസ്. അപ്പോൾ അവർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം കൂടെ ഓടി കശവിശ കച്ചറ ഉണ്ടാക്കിയിട്ട് എല്ലാം അവർക്ക് അനുകൂലമായിട്ട് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. തെറ്റുകാരനെ അല്ല പലപ്പോഴും പ്രോസിക്യൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഏതാണ്ട് എൻ്റെ പറയുന്ന ഒരു 25% തെറ്റുകാരനെ അല്ല പ്രോസിക്യൂട്ട് ചെയ്യുന്നത്. അതായത് അവന് പ്രിവിലേജ്ഡ് ക്ലാസ് ആരാണെന്ന് നോക്കുക, അവർക്ക് സഹായിക്കേണ്ട ആളാണ്. പ്രശ്നരഹിതമായിട്ട് ഇവർക്ക് വേറെ തന്നെ തലയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞ് ഇവർക്ക് കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട്, അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു, അതുകൊണ്ട് കുറേ ആളുകൾ അനാവശ്യമായിട്ട് ഇതിൽപ്പെടുന്നുണ്ട്. ഇപ്പം നമ്മൾ പൊതുവെ ധരിച്ചു വെച്ചിരിക്കുന്നറിയോ, പാർക്കിംഗ് എന്ന് പറഞ്ഞത് ഒരു റൈറ്റാണ്. പാർക്കിംഗ് ഒരിക്കലും റൈറ്റ് അല്ല. റോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മൂവ്മെൻറ്റ് ഓഫ് ട്രാഫിക്, വെഹിക്കുലർ ട്രാഫിക്കിന് വേണ്ടിയിട്ടാണ്. സീനിയർ ഉദ്യോഗസ്ഥന്മാർ അവർ ഈ തിരക്കുള്ള സ്ഥലങ്ങളിൽ ഹാജരുണ്ടാവണം, പ്രസൻ്റ് ആവണം. അല്ലാണ്ട് വണ്ടിയിൽ കയറി ഇരുന്നിട്ട് ഓഫീസിലിരുന്ന് വയർലെസ് സെറ്റിലോ അല്ലെങ്കിൽ മൊബൈലിലോ വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ എന്താണ് ഇതിൻ്റെ റിയാലിറ്റി, ഇതിൻ്റെ യാഥാർത്ഥ്യ റോഡിൽ എന്താണ് നടക്കുന്നതെന്ന് അവർ നേരിട്ട് കാണുകയും അവരുടെ കൂടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് വരുന്ന അനാസ്ഥ ഒഴിവാക്കാൻ വേണ്ടി ഇവരുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ എവിടെയെങ്കിലും കടയിൽ പോയിരിക്കുന്നത്, ചങ്ങാത്തം പറഞ്ഞിരിക്കുന്നതൊക്കെ കുറേ ഒരു ഭയം എപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഉള്ളിലൊരു ഭയമാണ്. കാരണം ഞാൻ അലസത കാണിച്ചാൽ എന്നെ പിടിക്കപ്പെടും. ഡ്രൈവേഴ്സിനുള്ള മാതിരി ഒരു വികാരം ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കും വേണം. അതിപ്പോൾ ഇല്ല. അവർ 25 വർഷം മുന്നിലേക്ക് കണ്ടിട്ടാണ് റോഡ് പണിയുന്നത്. അപ്പം 25 വർഷം കഴിഞ്ഞാൽ എത്ര റോഡിൽ വണ്ടികൾ വരും, അത് ഇവാലുവേഷൻ ചെയ്തിട്ടാണ് ഇപ്പം റോഡ് പണിയുന്നത്. ഇപ്പം US-ലാണെങ്കിൽ ഇത്രയും സ്പീഡ്, അതിൽ കൂടുതലാണെങ്കിൽ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഇതൊക്കെയാണ് പാലിക്കേണ്ടത്. അപ്പം നമ്മൾ ഓവർ സ്പീഡാണെങ്കിൽ ട്രാഫിക് പോലീസിലുള്ളവർക്ക് നമ്മളെ ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ബാക്കിൽ കാഷ്വലി വരുന്ന പോലെ വന്ന് നമ്മുടെ ബാക്കിൽ ആ വണ്ടി നമ്മുടെ നേരെ ബാക്കിലാണ് വരുന്നതെങ്കിൽ റൂൾസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ സൈഡിലേക്ക് അടുത്ത ലൈനിൽ സ്പീഡ് കുറവുള്ള ലൈനിലേക്ക് മാറ്റി സൈഡിൽ കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യണം. അപ്പോൾ ആ ബാക്കിലുള്ള പോലീസ് ഓഫീസർ വന്നിട്ട് സോ യുവർ സ്പീഡ് ഇസ് ദിസ് മച്ച്, അപ്പം അത് കൃത്യമായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞ് നമ്മൾ എവിടെയാണ് വയലേറ്റ് ചെയ്യുന്നത് നമ്മൾ കൃത്യമായിട്ട് മാന്യമായിട്ട് പറഞ്ഞു തരും. റോഡ് സുരക്ഷയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ചർച്ച. അപ്പോൾ റോഡ് സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഒരു സുപ്രധാനമായിട്ടുള്ളൊരു വിധി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. സുരക്ഷിതമായിട്ട് സഞ്ചരിക്കാനുള്ള റോഡുകൾ, അത് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 പ്രകാരമുള്ള ജീവിക്കാനുള്ള മൗലികാവകാശത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതായത് ഗതാഗത യോഗ്യമായതും സുരക്ഷിതമായതും സഞ്ചരിക്കാനുള്ള അവകാശം എന്നുള്ളത് മനുഷ്യൻ്റെ ജീവിക്കാനുള്ള മൗലികാവകാശത്തിൻ്റെ ഭാഗമാണ്. വളരെ സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണമാണിത്. ഒരു റോഡ് സുരക്ഷയായിട്ട് ബന്ധപ്പെട്ടൊരു കേസിലാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ, കേരളത്തിലെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഒരു 4300ഓളം പേര് ഒരു വർഷം റോഡ് അപകടങ്ങളിൽ മരിക്കുന്നുണ്ട്. 40,000-നും 50,000-നും ഇടയ്ക്കാണ് റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. അതിൽ 1,00,000-ഓളം പേര് ഗുരുതരമായിട്ടും അല്ലാത്തതുമായിട്ടുള്ള പരിക്കുകൾ ഏൽക്കുന്നുണ്ട്. പക്ഷേ ഈ കണക്ക് നോക്കുമ്പോൾ ശരിക്കും മറ്റു ദുരന്തങ്ങൾ പോലെയല്ല റോഡ് അപകടം. അതായത് ഇപ്പോൾ ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്നു, നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ദുരന്തങ്ങളുണ്ട്. പക്ഷേ റോഡ് അപകടങ്ങളുടെ കാര്യം നോക്കുമ്പോൾ പലതരത്തിലുള്ള സംവിധാനങ്ങൾ ഏകോപിപ്പിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു സീറോയിലെത്തിക്കാനുള്ള ഒരു സാധ്യതയെങ്കിലുമുള്ള
ഒരു ദുരന്തമാണെന്ന് പറയാം റോഡ് അപകടങ്ങൾ. നമ്മുടെ സാധ്യത വെച്ച് നോക്കുകയാണെങ്കിൽ എത്രത്തോളം സാധ്യമാണെന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ ഒഴിവാക്കാൻ പറ്റുന്നു എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ദുരന്തത്തിലാണ് ഇത്രയും 4000 വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഈ കോടതിയുടെ നിരീക്ഷണം കൂടി വെച്ച് നോക്കുമ്പോഴേ ഒരു മൗലികാവകാശ ലംഘനയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. റോഡ് സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇന്നോവേറ്റീവ് പ്രൊജക്റ്റുകൾക്കൊക്കെ നേതൃത്വം നൽകിയ ആളാണ്, പ്രത്യേകിച്ച് കോഴിക്കോട് നഗരത്തിലൊക്കെ. ഇപ്പോൾ നോക്കുമ്പോൾ ഈ റോഡ് അപകടങ്ങളുടെ ഒരു പ്രധാന കാരണമായിട്ട് നമുക്ക് കണ്ടെത്താവുന്ന എന്താണ്? അല്ല, റോഡിനെ സംബന്ധിച്ചിടത്തോളം റോഡ് പഴയതിൽ നിന്ന് വികസിച്ചിട്ടൊക്കെ ഉണ്ട്. കോഴിക്കോട് റോഡുകൾ ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പം കോഴിക്കോടായാലും ഏത് നഗരത്തിലായാലും ശരി, പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ നോക്കുമ്പോൾ അന്ന് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും ഒരു 20-25 കൊല്ലം മുമ്പ് റോഡ് ഉണ്ടാകുന്നതിന് ഏറ്റവും ചുരുങ്ങിയത് ഒരു 50% വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ടൗണുകളിൽ സിറ്റിയിലെ ഒക്കെ കൺജഷൻ ഒഴിവാക്കാൻ വേണ്ടി ബൈപ്പാസുകളൊക്കെ വന്നു. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം നമുക്കിപ്പം പൊതുഗതാഗതം ഇപ്പോൾ KSRTC ആയാലും നമ്മുടെ പ്രൈവറ്റ് ബസ് സർവീസ് ആയാലും മുമ്പ് ഉള്ളതിനേക്കാൾ നമ്പർ വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോട് തന്നെ എനിക്ക് പരിചയമുള്ള സ്ഥലമായതുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ വർക്ക് ചെയ്യുന്ന ഇവിടുത്തെ അസിസ്റ്റന്റ് കമ്മീഷണറായിട്ടും ഞാൻ 2-3 ലെവലിൽ SI ആയിട്ടും CA ആയിട്ടും അസിസ്റ്റന്റ് കമ്മീഷണറായിട്ടും ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ 7.5 വർഷത്തോളം ഈ എല്ലാ സ്പാനിലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ അന്ന് ഉണ്ടായിരുന്നത് 3500ഓളം സിറ്റി മൊബൈൽ സർവീസുകൾ ഉണ്ടായിരുന്നു, ബസ് സർവീസ്. ഇന്നത് 2000-ന് അടുത്തേ ഉള്ളൂ. അപ്പം ഏതാണ്ട് പകുതിയോളം ബസ്സുകളുടെ ട്രാഫിക്കുകളെ കുറഞ്ഞു. പക്ഷേ ആക്സിഡൻറ്റ് കൂടുന്നു. കാരണം എന്താ പറയുക, അന്നുണ്ടായിരുന്ന 2 വീലേഴ്സ് 3 വീലേഴ്സ് 4 വീലേഴ്സ് അതൊക്കെ അന്നുള്ളതിനേക്കാൾ ഏതാണ്ട് 1000 ഇരട്ടി വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറയുന്നതനുസരിച്ച് ഇവിടെ കൂടി. കോഴിക്കോട് നഗരത്തിൽ മാത്രം, കോഴിക്കോട് മാത്രം, എല്ലായിടത്തും സംസ്ഥാനത്ത് എല്ലായിടത്തും ഇത് തന്നെ കണക്ക്. ഇവിടുത്തെ കണക്ക് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇതിനേക്കാൾ അധികരിച്ച ട്രാഫിക്കാണ് പിന്നെ എറണാകുളത്ത് ഉള്ളത്. പിന്നെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 2 സിറ്റികളെ അപേക്ഷിച്ച് ഒരുപാട് റോഡുകളുണ്ട് അവിടെ. പാരലായിട്ട് തന്നെ 3-4 റോഡ് ടൗണിലേക്കുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ ആണെങ്കിൽ നമുക്ക് ആകെ ഒരു ബൈപ്പാസും ഇതും മാത്രമേ ഉള്ളൂ. ഹൈവേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഇവിടുത്തെ കൺജഷൻ. അപ്പം അങ്ങനെ ഒരു സ്ഥലമുണ്ട്. എറണാകുളത്തും അത്യാവശ്യമുണ്ട്. പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ എറണാകുളം ഒരു ബിസിനസ് ടൗൺ എന്നുള്ള രീതിയിൽ വളരെ അധികരിച്ച പിന്നെ ജനപ്രവാഹവും അതുപോലെ തന്നെ അതിനേക്കാൾ ഉപരി വാഹന ഗതാഗതമുണ്ട്. അപ്പോൾ ഇത്ര വാഹനങ്ങളുടെ എണ്ണം കൂടിയത് കൊണ്ട് ആ വാഹനങ്ങളെ ഉൾക്കൊള്ളാനുള്ള റോഡുകളില്ല. അതാണ് നമ്മുടെ പ്രധാന പ്രശ്നം. ഒന്ന്. രണ്ടാമത്തെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് എന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാത്തിനും ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് യാത്ര ചെയ്യണം. തിരക്കാണ് എല്ലാവർക്കും. തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്തും തിരിച്ച് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്പീഡ് ഒരു ഹരമാണ്. വിദേശ രാജ്യങ്ങളെ ആണ് ഇത് ഉദാഹരിക്കുന്നത്. ഇവിടെ അപകടം ഉണ്ടാകുമ്പോൾ റോഡിൻ്റെ കാര്യം. വിദേശത്തെ ഡ്രൈവിംഗ് സംസ്കാരം ഇവിടെ എത്ര പേർക്കുണ്ട്? ഞാൻ പറയുന്നത് 1% ആളുകൾക്കുണ്ടാവും. ബാക്കിയുള്ള 99% അഹങ്കാരത്തിന് കൈയും കാലും മുളച്ച രീതിയിലാണ് റോഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം റോഡ് ഈസ് ഫോർ ഓൾ എന്നാണ്. അതിനകത്ത് സെക്യൂരിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, റോഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഈ പെഡസ്ട്രിയൻസ് ഒഴിവാക്കിയാൽ ബാക്കിയുള്ള എല്ലാം ഡ്രൈവേഴ്സിലായിരിക്കുന്നത്. ഡ്രൈവേഴ്സിൻ്റെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ വാഹനം ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഞാനൊരു പബ്ലിക് സർവീസ് വെഹിക്കിളാണെങ്കിൽ ഞാൻ ഒരു പാസഞ്ചറിനെ അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉള്ള ഒരു സഹയാത്രികനെ ഇവിടുന്നെടുത്ത് ഏതായാലും ശരി ഇവിടുന്നെടുത്ത് എനിക്കുൾപ്പെടെ യാതൊരു അപകടവും സംഭവിക്കാതെ കൃത്യസമയത്ത് ഭയാശങ്കകളില്ലാതെ ആ സ്ഥലത്ത് എത്തിക്കുന്നു എന്ന് പറയുന്നതാണ് ഒരു ഡ്രൈവറുടെ ശരിക്കുള്ള ക്വാളിറ്റി. അങ്ങനെ ഡ്രൈവർമാർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ? ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മൾ തന്നെ വണ്ടി ഓടിക്കുന്ന അവസരത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അപകടം വരരുത് എന്ന് വിചാരിക്കുന്നുണ്ടാവും എല്ലാവരും, അതുണ്ടാവും. പക്ഷേ മറ്റൊരാൾക്ക് അപകടം വരുന്നത് എനിക്ക് വന്നാലും വരാൻ പാടില്ല എന്നുള്ള ചിന്ത എത്ര ഡ്രൈവർമാർക്കുണ്ട്? ഇപ്പം ഈ അപകടങ്ങളുടെ കാരണം അനലൈസ് ചെയ്യുമ്പോഴേ ഈ ഡ്രൈവറുടെ അശ്രദ്ധയാണ് പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് വരുന്നത്. ഇപ്പം ഡ്രൈവറാണ് ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് നമുക്ക് അല്ല അതിലിപ്പം പറയാൻ ഡ്രൈവറാണ് പ്രധാനപ്പെട്ട ഭാഗം, സംശയമൊന്നുമില്ല. പക്ഷേ ഡ്രൈവർമാർ നിരപരാധികളാകുന്ന കേസുകളിൽ ഡ്രൈവറുടെ തലയിലേക്ക് കെട്ടിവെക്കും. ഈ നമ്മുടെ അന്വേഷണ ഏജൻസികളുടെ പൊതുവെ സ്വഭാവം എന്താണെന്ന് പറഞ്ഞാൽ, വലിയൊരു വാഹനം ഇപ്പം പെഡസ്ട്രിയൻ്റെ തകരാറ് കൊണ്ട് ചെയ്താലും ആ വാഹനത്തിൻ്റെ തലയിലോട്ട് വെച്ച് കൊടുക്കും.
വീലറുകാരൻ്റെ തകരാറായാലും 4 വീലറാണ് ഇടിക്കുക അല്ലെങ്കിൽ 3 വീലർ അടിക്കുന്നത് അവൻ്റെ അതിലോട്ട് വെച്ചു. പിന്നെ 3 വീലേഴ്സിന് ഒരു പ്രത്യേക പ്രിവിലേജ് ഉണ്ട്. അവർക്ക് യൂണിയനും വളരെ സ്ട്രോങ് ആണ്, ഓൺ ദി റോഡാണല്ലോ അവരുടെ എഫക്റ്റീവ്നെസ്. അപ്പോൾ അവർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം കൂടെ ഓടി കശവിശ കച്ചറ ഉണ്ടാക്കിയിട്ട് എല്ലാം അവർക്ക് അനുകൂലമായിട്ട് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. പിന്നെ ഈ ലോക്കലായിട്ടുള്ള ലീഡർഷിപ്പ് ആയതുകൊണ്ട് പോലീസിനെ വല്ലാണ്ട് സ്വാധീനിക്കാൻ പറ്റുന്നൊരു വിഭാഗമാണ് ഈ 3 വീലർ ഡ്രൈവേഴ്സ്. പിന്നെ അതിൻ്റെ 4 വീലേഴ്സ്. അപ്പോൾ എപ്പോഴും എന്താണെന്ന് പറഞ്ഞാൽ തെറ്റുകാരനെ അല്ല പലപ്പോഴും പ്രോസിക്യൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഏതാണ്ട് എൻ്റെ പറയുന്ന ഒരു 25% തെറ്റുകാരനെ അല്ല പ്രോസിക്യൂട്ട് ചെയ്യുന്നത്. അതായത് അവന് പ്രിവിലേജ്ഡ് ക്ലാസ് ആരാണെന്ന് നോക്കുക, അവർക്ക് സഹായിക്കേണ്ട ആളാണ്, പ്രശ്നരഹിതമായിട്ട് ഇവർക്ക് വേറെ തന്നെ തലയിൽ വെച്ചു കൊടുത്തു കഴിഞ്ഞ് ഇവർക്ക് കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട്, അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു, അതുകൊണ്ട് കുറേ ആളുകൾ അനാവശ്യമായിട്ട് ഇതിൽപ്പെടുന്നുണ്ട്. പിന്നെ പണ്ട് ഈ ശിക്ഷകൾ വളരെ കുറവായിരുന്നു. ഇപ്പം പുതിയ BNS വന്നതിന് ശേഷം ശിക്ഷകളൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുന്ന അവസരത്തിൽ ആ ശിക്ഷകൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പം 7-ാം മാസം തുടങ്ങിയതാണ്. ഇപ്പോൾ നമ്മളിപ്പം കുറേ നാളുകളായല്ലോ, ആക്സിഡൻറ്റ് കുറഞ്ഞിട്ടില്ല, കൂടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ശിക്ഷ കൊണ്ട് ഇത് പരിഹരിക്കപ്പെടും എന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്ന ആളല്ല. ഇതിൽ എന്താന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾ ഈ സിസ്റ്റം കൂടാനുള്ള പ്രധാന കാരണം എൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ എഫക്റ്റീവ്നെസ്, ആ എഫക്റ്റീവ്നെസ് ഇൻ എൻഫോഴ്സ്മെൻ്റാണ് ഇതിൽ പ്രധാന ഘടകം. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും തെറ്റ് ചെയ്യുന്ന അവസരത്തിൽ നിങ്ങൾ പിടിക്കപ്പെടുക ഭയമാണ് മനുഷ്യരെ ഒരു അതായത് നല്ല ഡ്രൈവർ അല്ല എന്നുള്ളതുണ്ടെങ്കിൽ അവനെ സ്വാധീനിക്കുന്നത്, അവനെ കുറ്റക്കാരാക്കി പിടിക്കപ്പെടും, ഏത് സമയത്ത് പിടിക്കപ്പെടും എന്ന് പറയുന്ന 2 സാഹചര്യമുണ്ട്. ആ ഏത് സമയത്ത് പിടിക്കപ്പെടും എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോഴാണ് ഇവനെ സംബന്ധിച്ചോളം ഇവൻ അലർട്ടാവുന്നു. ഇപ്പോൾ അലർട്ട്നെസ് ഇല്ല, ലേസിനെസ്സാണ്. റോഡിൽ ഉള്ള സ്ഥലം നമ്മൾ പൂർണ്ണമായിട്ട് ട്രാഫിക്കിന് മാത്രം ഉപയോഗിക്കേണ്ടതാണ്. ഇപ്പം നമ്മൾ പൊതുവെ ധരിച്ചു വെച്ചിരിക്കുന്നറിയോ, പാർക്കിംഗ് എന്ന് പറഞ്ഞത് ഒരു റൈറ്റാണ്. പാർക്കിംഗ് ഒരിക്കലും റൈറ്റ് അല്ല. റോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മൂവ്മെൻറ്റ് ഓഫ് ട്രാഫിക്, വെഹിക്കുലർ ട്രാഫിക്കിന് വേണ്ടിയിട്ടാണ്. വെഹിക്കിൾ എന്ന് പറയുന്നത് ഏതുമാവാം, സൈക്കിളാവാം, ഒരു ഏതെങ്കിലും രീതിയിൽ മെക്കനൈസ്ഡ് പ്രൊപ്പല്ലറോ അല്ലെങ്കിൽ മാനുവൽ എന്തായാലും ശരി, കട്ടവണ്ടി കാളവണ്ടി എന്തായാലും ശരി, അതൊക്കെ വെഹിക്കിൾസാണ്. നമ്മുടെ നിയമപ്രകാരം അങ്ങനെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ റോഡുകളിലുള്ള സൗകര്യങ്ങൾ മുഴുവനായിട്ട് റോഡ് യാത്രയ്ക്ക് മാറ്റിവെക്കുകയും എഫക്റ്റീവായിട്ട്, അതായത് ഈ ട്രാഫിക് വയലേഷൻ നടത്തുന്ന ആളുകളെ എഫക്റ്റീവായിട്ട് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ശക്തമായ നടപടികളും വേണം. അത് ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഹോപ്പ്ലെസ് ആയി പോകും. അതിപ്പോൾ നമ്മുടെ സിസ്റ്റം എത്രമാത്രം, അത് എപ്പോഴെന്താ സൗകര്യങ്ങൾ കുറയുമ്പോൾ, റോഡിലെ സൗകര്യങ്ങൾ കുറയുമ്പോൾ, വാഹനം കൂടുമ്പോൾ പിന്നെന്താ മാർഗമുള്ളത്? സുഗമമായി ട്രാഫിക് എന്ന് പറയുന്നത് കേരള പോലീസ് ആക്ടിൽ പോലീസിൻ്റെ ഡ്യൂട്ടിയായിട്ട്, കേരള പോലീസ് മാനുവലിൽ പോലീസിൻ്റെ ഡ്യൂട്ടിയായിട്ട് പറയുന്നത് എന്താ അറിയോ, റോഡിൽ ഇത് ചെയ്യണമെന്നാണ് പറയുന്നത്. അത് ചെയ്യുന്നതിന് എന്താണ്, ഈ ഇതേമാതിരിയുള്ള പ്രശ്നങ്ങൾ വരുന്ന അവസരത്തിൽ എഫക്റ്റീവ് എൻഫോഴ്സ്മെൻറ്റ് അത് പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് പോലീസ് എടുക്കുകയും അത് എന്ത് വന്നാലും ഞാനിത് ചെയ്തിരിക്കും എന്നുള്ള പ്രതിജ്ഞാബദ്ധമായിട്ട് ഒരു പിന്നെ ശൗര്യത്തോടുകൂടി, ശൗര്യം എന്ന് പറഞ്ഞാൽ ആളുകളെ നിഗ്രഹിക്കാനല്ല, ഇത് വയലേഷൻ നടത്തുന്ന ആളുകളെ, ട്രാഫിക് വയലേഷൻ ആളുകളെ പിടിച്ചിരിക്കും, അവനെ നേരായ മാർഗത്തിൽ കൂടെ കൊണ്ടുപോയിരിക്കും എന്ന ഒരു നിശ്ചയദാർഢ്യവും അതിനുവേണ്ടി വളരെ ശക്തമായ ഒരു കമ്മിറ്റ്മെൻറ്റും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അത് മേലുദ്യോഗസ്ഥന്മാരും കൂടെ അതിനകത്ത് താല്പര്യം എടുക്കണം. അതിന് എൻ്റെ അഭിപ്രായത്തിൽ, ഇപ്പം ഞാനൊക്കെ പ്രായോഗികമായിട്ട് ചെയ്തു എന്ന് പറയാം, പുറത്ത് ചോദിച്ചാൽ ഇപ്പോഴും സമ്മതിക്കുന്നതാണ്. പക്ഷേ ഈ സീനിയർ ഉദ്യോഗസ്ഥന്മാർ അവർ ഈ തിരക്കുള്ള സ്ഥലങ്ങളിൽ ഹാജരുണ്ടാവണം, പ്രസൻ്റ് ആവണം. അല്ലാണ്ട് വണ്ടിയിൽ കയറി ഇരുന്നിട്ട് ഓഫീസിലിരുന്ന് വയർലെസ് സെറ്റിലോ അല്ലെങ്കിൽ മൊബൈലിലോ വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ എന്താണ് ഇതിൻ്റെ റിയാലിറ്റി, ഇതിൻ്റെ യാഥാർത്ഥ്യം റോഡിൽ എന്താണ് നടക്കുന്നതെന്ന് അവർ നേരിട്ട് കാണുകയും അവരുടെ കൂടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് വരുന്ന അനാസ്ഥ ഒഴിവാക്കാൻ വേണ്ടി ഇവരുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ എവിടെയെങ്കിലും കടയിൽ പോയിരിക്കുന്നത്, ചങ്ങാത്തം പറഞ്ഞിരിക്കുന്നതൊക്കെ കുറേ വിസിലിൻ്റെ ബ്ലോയ് സൗണ്ട് എന്ന് പറയുന്നത് വളരെ പവർഫുള്ളാണ്. ആ വിസിലിന് അങ്ങനെ ഒരു വിഷയമുണ്ട്. ആ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായി, എത്ര അലസനും അലർട്ടാവും.
അപ്പോൾ അതിൻ്റെ വിസിലെന്ന് പറയുന്ന ഒരു പോലീസുകാർ ഉപയോഗിക്കുന്നത് ഞാനിപ്പോൾ കാണുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ എന്താണെന്ന് പറയുക, പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഈ ജോലി ഇവിടുത്തെ ട്രാഫിക് സുഗമമായി നടത്താനാണ്. അങ്ങനെ സുഗമമായ അല്ലാത്ത ട്രാഫിക് ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതകൾ മുൻകൂട്ടി അദ്ദേഹം അവിടെ നിന്ന് കണ്ട് അദ്ദേഹം ആ കൺജഷനോ അല്ലെങ്കിൽ ബ്ലോക്ക് വരുന്നതിന് മുമ്പ് തന്നെ അതിലിടപെട്ട് ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴേ സുഗമമായിട്ട് ട്രാഫിക്ക് പോവുള്ളൂ. അതിനകത്തൊക്കെ ഒരുപാട് അലംഭാവമുണ്ട്. അത് ചെയ്യാൻ താല്പര്യമില്ല. പക്ഷേ ചെയ്യാൻ താല്പര്യമില്ലാത്ത പറഞ്ഞാൽ ചെയ്യിപ്പിക്കാനും താല്പര്യമില്ല. ചെയ്യിക്കാൻ ബാധ്യതപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ സാധാരണ നാട് ബന്ധഗോപുരത്തിരുന്നിട്ട് കാര്യമില്ല. റോഡിൽ ഇറങ്ങുന്ന പല ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പറയുന്ന പേര് പറയുന്നതിന് വിഷമമല്ല. നമ്മളെ KJ ജോസഫ് എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു. പിന്നെ അതിന് ജോസഫ് തോമസ് അദ്ദേഹം മരിച്ചുപോയി. പിന്നെ അതിന് ശേഷമാണെങ്കിൽ നമ്മളെ ഋഷിയായ് സിംഗ്, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അവർ വളരെ കമ്മിറ്റഡ് ആയിട്ട് ഈ റോഡിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നേരിട്ട് കണ്ട് വരുന്ന അവസരത്തിൽ ഒരു എപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഉള്ളിലൊരു ഭയമാണ്. കാരണം ഞാൻ അലസത കാണിച്ചാൽ എന്നെ പിടിക്കപ്പെടും. ഡ്രൈവേഴ്സിനുള്ള മാതിരി ഒരു വികാരം ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കും വേണം. അതിപ്പോൾ ഇല്ല. കാരണം പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്ന രീതിയിലാണ് ഇപ്പോൾ ജോലി. താഴെ ഉള്ള ഏറ്റവും ലോവർ ലെവലുള്ള പോലീസ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഡയറക്ഷനിലാണ് ഇപ്പം എല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാമല്ലോ. അത് സാധാരണ ഉള്ളവനെ ബെൽറ്റ് ഇട്ടില്ല മറ്റേതിട്ടില്ല എന്ന് പറഞ്ഞ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ആരാണ് ട്രാഫിക് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നത്? ആ ട്രാഫിക് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നതിനെ പിടിക്കുക. ഇപ്പം ജംഗ്ഷനിൽ ക്യൂ തെറ്റിച്ച് മുന്നോട്ട് പോകുന്നവനെ ഇപ്പം എല്ലാ ദിവസവും ഉണ്ട്. അതിൽ എന്താണ് ഒരു ബസ്സുകാരൻ അവിടെ കൊണ്ടുനിർത്തി, അതിൻ്റെ ഇപ്പുറത്ത് കൊണ്ടുനിർത്തി. അപ്പോൾ അതിനകത്തൂടെ ഒരു ലെഫ്റ്റ് പിന്നെ ഫ്രീ വേ ഉള്ളത് സമ്മതിക്കില്ലല്ലോ പോകാൻ. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അവിടെ തിരക്ക് കൂടി. ഒരു സിഗ്നൽ റിലീസ് ടൈം കൊണ്ട് ഇവിടെ നിന്നുള്ള വണ്ടി ക്ലിയർ ചെയ്യില്ല. അപ്പോൾ എന്താ ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലോക്കായി. ഇതിന് മാറ്റം വരണമെങ്കിൽ വളരെ സ്ട്രിക്റ്റ് എൻഫോഴ്സ്മെൻറ്റ് ഉള്ള എല്ലാ സ്ഥലത്തും ഉണ്ട്. അത് കൂടുതൽ കൺജഷൻ ഉണ്ടാകുന്ന സ്ഥലത്ത് വളരെ ഡബിൾ എഫക്റ്റിൽ, അതായത് ഫോഴ്സിൽ എൻഫോഴ്സ് ചെയ്യാനുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഇത് മാറും. തന്നെയല്ല, പിന്നെ ഒരു സർപ്രൈസ് എലിമെൻ്റാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ടത്. വയലേഷൻ ഉണ്ടെങ്കിൽ ആ വയലേറ്റേഴ്സിനെ വളരെ പെട്ടെന്ന് പിടിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം, അത് വളരെ എഫക്റ്റീവായിട്ട് അവർക്ക് ലീഗൽ പ്രോസസ്സിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളിത് സ്വപ്നം കാണാവുന്നേ ഉള്ളൂ. വർഷങ്ങളായിട്ട് നമ്മൾ സ്വപ്നം കാണുന്നുണ്ട്. പലയിടത്തും അതിന് എഫക്റ്റ് ഉണ്ട്, ഞാൻ പറയുന്നില്ല. അത് പലയിടത്തും നിങ്ങൾ നോക്കിക്കോളാം. സ്ട്രിക്റ്റ് എൻഫോഴ്സ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പ് പറയുന്നു, അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ഉറപ്പ് പറയുന്നു, ആക്സിഡൻറ്റ് കുറഞ്ഞിരിക്കും. നമ്മുടെ നാട്ടിൽ റോഡ് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ റോഡിൻ്റെ നിലവാരവുമായിട്ട് വിദേശ രാജ്യങ്ങളിലെ റോഡിൻ്റെ നിലവാരത്തിന് എപ്പോഴും കണക്ട് ചെയ്യുന്ന ഒരു ഓഡിറ്റിംഗ് നടക്കാറുണ്ട് പൊതുജനങ്ങളുടെ ഇടയിൽ. സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമാണ്. എന്തെങ്കിലും റോഡിനെ കുറിച്ച് സർക്കാർ റോഡ് പണി പൂർത്തിയായിട്ട് അത് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ കമ്പാരിസൺ വരാറുണ്ട്. ഇപ്പോൾ താങ്കൾ അമേരിക്കയിലും കാനഡയിലും ഒക്കെ ദീർഘകാലം ഈ ഡ്രൈവിംഗ് പരിചയമുള്ള ഒരാളാണ്. ഇപ്പം ഈ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ വസ്തുതകൾ വെച്ചുകൊണ്ട് വിദേശത്തെ ഒരു സാഹചര്യം എങ്ങനെയായിരിക്കും? ഞാൻ 2005 കാനഡയിലുള്ള സമയത്ത് കാനഡയിലെ റോഡ്, അത് ഞാൻ ടൊറൻറ്റോയിൽ നിന്ന് ഓട്ടവ എന്ന് പറയുന്ന ക്യാപിറ്റലിലേക്ക് പോകുമ്പം ഞാൻ ഒരു സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ആ ഒരു 3 ലൈൻ റോഡുണ്ട് ഒരു സൈഡിൽ, നടുവിലൊരു ഡിവൈഡർ ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് അതുപോലെ 3 ലൈൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ ഇവിടെയാണ് പോകുന്നതെങ്കിൽ എനിക്ക് 1 കിലോമീറ്റർ ദൂരെ ഒരു വണ്ടി കാണാം. എൻ്റെ മിററിൽ നോക്കി കഴിഞ്ഞാൽ 1 കിലോമീറ്റർ ബാക്കിൽ ഒരു വണ്ടി കാണാം. അപ്പം ഞാൻ അന്ന് ചിന്തിക്കാറുണ്ടായിരുന്നു എത്ര വിശാലമായിട്ടാണ് ഇവർ റോഡ് പണിതിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പം അവർ 25 വർഷം മുന്നിലേക്ക് കണ്ടിട്ടാണ് റോഡ് പണിയുന്നത്. അപ്പം 25 വർഷം കഴിഞ്ഞാൽ എത്ര റോഡിൽ വണ്ടികൾ വരും, അത് ഇവാലുവേഷൻ ചെയ്തിട്ടാണ് ഇപ്പം റോഡ് പണിയുന്നത്. അപ്പം നമുക്ക് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാം. അപ്പം റോഡ് എന്ന് പറയുന്ന ഇൻഫ്രാസ്ട്രക്ചറിൽ ഒരു മെയിൻ പാർട്ട് റോഡാണ്. പിന്നെ അവിടെയൊക്കെ എന്ന് പറയുന്നത് നമുക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, സാറ് പറഞ്ഞ പോലെ ഇവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് ഒരു ഇമ്പോർട്ടൻസ് ഇല്ല, എവറിത്തിങ് ഇസ് റിട്ടൺ. പക്ഷേ ഇവിടെയുള്ള ആളുകൾക്ക് അവർ ഒരു നല്ല സിറ്റിസനാണ്, അതുകൊണ്ട് ഇത് ട്രാഫിക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണം, അത് വയലേറ്റ് ചെയ്യരുതെന്നുള്ള ചിന്തയില്ല. അപ്പം നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ വേണം, റോഡ് വേണം. സെക്കൻഡ്, ഈ വയലേഷൻസ് കുറയ്ക്കാൻ ഇൻഡിവിജ്വലി അവർ റെഡി ആയിരിക്കണം, ഈച്ച് ഇൻഡിവിജ്വൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണം. തേർഡ് എന്ന് പറയുകയാണെങ്കിൽ ഈ ട്രാഫിക് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് എന്ന് ചിന്തിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ.
പിന്നെ അടുത്ത ഭാഗം പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, ഇംപ്ലിമെൻറ്റേഷൻ. ഇപ്പം US-ലോ കാനഡയിലോ ഒക്കെ ആണെങ്കിൽ നമ്മൾ വണ്ടി അവിടെ ഓരോ റോഡിലും ഇത്ര മാക്സിമം സ്പീഡ് ഇത്രയും എഴുതി വെച്ചിട്ടുണ്ടോ. അപ്പം നമുക്ക് ഓരോ റോഡിൽ കയറുമ്പോൾ നമുക്കറിയാം ഇത്ര സ്പീഡിൽ വേണം വണ്ടി ഓടിക്കാൻ. അപ്പം നമ്മൾ അതിൽ കൂടുതലാണെങ്കിൽ മേ ബി ഒരു 10 km/h എക്സ്ട്രാ വരികയാണെങ്കിൽ പോലും ആ സമയത്തുമ്പോഴാണ് ചില സ്ഥലത്ത് നമുക്ക് റീഡ് ചെയ്യാം യുവർ സ്പീഡ് ഈസ് ദിസ് മച്ച് എന്നൊക്കെ എഴുതി കാണിക്കാം, അത് കാണാം. 2, അവിടുത്തെ പല സ്ഥലത്തും ഈ ക്യാമറാസ് ഉണ്ട്. അപ്പോൾ ക്യാമറാസ് കാണുമ്പോൾ നമുക്കറിയാം നമ്മുടെ സ്പീഡ് കൂടുതലാണ്, സോ ഐ വിൽ ഗെറ്റ് എ ടിക്കറ്റ്, എന്നാൽ പിന്നീട് ഒരു ഫൈൻ എനിക്ക് വരും എന്ന് എൻ്റെ ഉള്ളിൽ ചിന്ത വരും. അപ്പം ഞാൻ വിത്തിൻ ലിമിറ്റേ ഞാൻ പോവുള്ളൂ. അപ്പോൾ ആരും ഒരു ട്രാഫിക് പോലീസും വന്നിട്ട് നമ്മുടെ അടുത്ത് ആ സമയത്ത് പറയുന്നില്ല. പക്ഷേ 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് ഒരു മെസ്സേജ് വരും, ടിക്കറ്റ് വരും, അതായത് ഫൈൻ അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇങ്ങനെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായിട്ട് വരുന്നത് കൊണ്ട് നമ്മൾ അലേർട്ടായിരിക്കും. പിന്നെ സാറ് പറഞ്ഞ പോലെ നമ്മളിപ്പം US-ലാണെങ്കിൽ ഇത്രയും സ്പീഡ് അതിൽ കൂടുതലാണെങ്കിൽ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഇതൊക്കെയാണ് പാലിക്കേണ്ടത്. അപ്പം നമ്മൾ ഓവർ സ്പീഡാണെങ്കിൽ ട്രാഫിക് പോലീസിലുള്ളവർക്ക് നമ്മളെ ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ബാക്കിൽ കാഷ്വലി വരുന്ന പോലെ വന്ന് നമ്മുടെ ബാക്കിൽ ആ വണ്ടി നമ്മുടെ നേരെ ബാക്കിലാണ് വരുന്നതെങ്കിൽ റൂൾസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ സൈഡിലേക്ക് അടുത്ത ലൈനിൽ സ്പീഡ് കുറവുള്ള ലൈനിലേക്ക് മാറ്റി സൈഡിൽ കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യണം. അപ്പോൾ ആ ബാക്കിലുള്ള പോലീസ് ഓഫീസർ വന്നിട്ട് സോ യുവർ സ്പീഡ് ഇസ് ദിസ് മച്ച്. അപ്പം അത് കൃത്യമായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞ് നമ്മൾ എവിടെയാണ് വയലേറ്റ് ചെയ്യുന്നത് നമ്മൾ കൃത്യമായിട്ട് മാന്യമായിട്ട് പറഞ്ഞു തരും. എന്നിട്ട് അവർ അതിൻ്റെ ഫൈൻ എത്രയെന്നും കൂടി പറഞ്ഞു തരും. ആരും ദേഷ്യപ്പെട്ടിട്ടോ ചീത്ത പറഞ്ഞിട്ടോ ഒന്നുമല്ല, കൃത്യമായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അതെ, ഈ റൂളുകളെ കുറിച്ച് റോഡ് കൾച്ചറിനെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞല്ലോ. ഇപ്പോൾ വിദേശത്തെ ഈ ഒരു സിവിൽ സൊസൈറ്റി എങ്ങനെയാണ് ഈ റോഡ് കൾച്ചർ, അവരുടെ റോഡ് കൾച്ചർ എങ്ങനെയാണ് ഈ നിയമങ്ങൾ പാലിക്കുന്നതിലൊക്കെയുള്ള ഫോളോ ചെയ്യുന്നത്? അവിടെ അവർ കൃത്യമായിട്ട് നിയമം പാലിക്കും. നമ്മുടെ ഇവിടെ അത് പാലിക്കുന്നില്ല. അപ്പം അവിടെ റോഡ് മാത്രമല്ല, അവർ നോർമലി അവർക്ക് ഈ ഇപ്പം പബ്ലിക് പ്ലേസിലായാലും അവർ പാലിക്കേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവരെപ്പോഴും പാലിക്കും. റോഡുകളുടെ എഞ്ചിനീയറിംഗ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. എഞ്ചിനീയറിംഗ് ടെക്നോളജിയിലൊന്നും പ്രശ്നം ഉണ്ടായിട്ടല്ല. പക്ഷേ 2 വർഷം മുമ്പ് കേരളത്തിൽ വിജിലൻസ് നടത്തിയിട്ടുള്ള ഒരു അന്വേഷണത്തിൽ 147 റോഡുകൾ കേരളത്തിൽ പരിശോധിച്ചതിൽ 67 എണ്ണം നിർമ്മിച്ച 6 മാസത്തിനുള്ളിൽ തന്നെ തകർന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 16ഓളം റോഡുകളിൽ ആവശ്യത്തിന് ടാർ ഉപയോഗിച്ചിരുന്നില്ല. അപ്പോൾ അതിൽ ഒരു കറപ്ഷൻ്റേതായിട്ടുള്ള എലമെൻ്റാണുള്ളത്. അതായത് കരാറുകാരും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒരു അഴിമതി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മുടെ ടെക്നോളജിക്കലായിട്ടുള്ള അഡ്വാൻസ്മെൻ്റൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനൊക്കെ പുറകോട്ട് വലിക്കുന്ന തരത്തിലുള്ള ഒരു കറപ്ഷൻ്റേതായിട്ടുള്ള ഒരു ഫാക്ടർ അത് ഇതുമായിട്ട് റിലേറ്റഡ് ആണെന്ന് പറയാം. അതായത് റോഡുകളുടെ നിലവാരത്തിലെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറാണ് ഈ അഴിമതി. നമ്മൾ എത്ര സത്യസന്ധമായിട്ടും ജനങ്ങളുടെ സൗകര്യപ്രദമായ റോഡ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാലും 20 അല്ലെങ്കിൽ 25% പണം മാത്രമേ നമുക്ക് റോഡിൽ ഇടാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളത് ഞങ്ങൾക്കൊരു 10-20% ലാഭം വേണം. പിന്നെ ഉദ്യോഗസ്ഥന്മാരെ പ്രീതിപ്പെടുത്തി ഓരോരോ സമയത്ത് രക്ഷണമെങ്കിൽ അതിന് 10-25% പലപ്പോഴും അവരുടെ ചെലവുകൾ, അവരുടെ പിന്നെ സുഖ സൗകര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പെർസെൻറ്റേജ് നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം. പിന്നെ ഇത് കിട്ടണമെങ്കിലും ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ബില്ല് ക്ലിയർ ചെയ്യണമെങ്കിൽ വേറെ ഉന്നത തലങ്ങളിലെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തുൾപ്പെടെ പണം കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ സാർ, അവരതുള്ള കാര്യം തുറന്നു പറയുന്നത്. അപ്പം ആ ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത്. ആ സംവിധാനത്തിലാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം റേറ്റ് ലോവസ്റ്റ് റേറ്റ് എന്ന് പറയും. ലോവസ്റ്റ് റേറ്റ് സാധാരണക്കാരൻ കോൺട്രാക്ടർമാർക്കോ ലോവസ്റ്റ് റേറ്റ്. നേരെ മറിച്ച് സൊസൈറ്റി, ഇപ്പം ചില സൊസൈറ്റികളുണ്ട്, ഞാൻ പേര് പറയുന്നില്ല, അവരൊക്കെ ചെയ്യുന്നതിനെന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ 20% കൂട്ടി കൊടുക്കുക അവർക്ക്. എന്ത് പണിയായത്? കാരണം ഒരുത്തന് 10 കോടി രൂപയുടെ വർക്ക് ചെയ്യുമ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം 10 കോടി കൂട്ടിയാൽ 10 കോടി, മറ്റവർ വന്നു കഴിഞ്ഞാൽ 10 കോടി 20 ലക്ഷം, പിന്നെ 12 കോടി കൊടുക്കുമ്പം ഇതിങ്ങനെ റോഡ് പണിയുന്നേ, അത് എന്തൊരു മര്യാദകേടാ. ഞാനും വിചാരിച്ചിട്ടുണ്ട് ഇതെന്തൊരു മര്യാദകേടാ. കാരണം ഒരേ വർക്ക് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യും, പബ്ലിക് മണി എടുത്ത് ചെയ്യുമ്പോൾ കുറേ ആൾക്ക് കൂടുതൽ കൊടുക്കുന്നു, കുറേ പേർക്ക് കുറച്ച് കൊടുക്കുന്നു. ഇതെന്ത് ഇടപാടാണെന്ന് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. എനിക്ക് ഇപ്പോഴും അതിശയം മാറുന്നിട്ടില്ല, അതിന് ഉത്തരവ് ഇതുവരെ കിട്ടിയിട്ടുമില്ല. അപ്പോൾ പിന്നുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഡോക്ടർ പറഞ്ഞ മാതിരി ഇതിലുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പം റോഡിൽ എത്തിക്കഴിയുന്ന അവസരത്തിൽ
അവിടെ ഇപ്പം ഡോക്ടർ പ്രതിപാദിച്ച രാജ്യങ്ങൾ, ഇപ്പം കാനഡ ആയാലും US ആയാലും ഇവിടെ ആയാലും അവിടെയൊക്കെ പ്രശ്നം എന്താ അറിയോ, അവിടെ പോപ്പുലേഷൻ കുറവ്. പിന്നെ രണ്ടാമത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ റോഡിൻ്റെ സൗകര്യങ്ങൾ, പിന്നെ വാഹനത്തിൻ്റെ മേന്മ, അതോടുകൂടി അതിനേക്കാളുപരി അവിടുത്തെ ജനങ്ങളുടെ അവയർനെസ്, അവയർനെസ്, അതിനോടൊപ്പം തന്നെ അവരുടെ ലോ ഒബീഡിയൻസ്, അവിടൊക്കെയാണ് പ്രധാന ഘടകം. ഇതിൽ ഏതെങ്കിലും ഒരു ഘടകം നമ്മുടെ നാട്ടിൽ മുഴുവനായിട്ട് ഈ എല്ലാ ഘടകങ്ങളും ഉൾക്കൊള്ളാൻ പറ്റിയ എത്ര വ്യക്തികളുണ്ട്? ഇപ്പം നമ്മളെ സംബന്ധിച്ചാണോ ഇപ്പം കഴിവതും വയലേറ്റ് ചെയ്യുന്ന ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ എന്നാലും ചില സമയത്തൊക്കെ നമ്മൾ വയലേറ്റ് ചെയ്തു എന്ന് വരും, നിർബന്ധമാണ്. അല്ല, അത് നമ്മുടെ സാഹചര്യം കൊണ്ടാണ്. ഇപ്പം നമ്മുടെ ഇവിടെ ഇത്രയും ഇൻഡിസിപ്ലിൻഡ് ആണ് പെഡസ്ട്രിയൻസ്. കാരണം ഞാൻ പണ്ട് കണക്കെടുക്കുമായിരുന്നു. അതായത് നമ്മളിവിടെ ഡിസ്ട്രിക്ട് പോലീസ് ഓഫീസിൻ്റെ അവിടെ മുതൽ ഫ്രാൻസിസ് റോഡ് വരെ പോകുന്ന കുറേ ദൂരം, അതിന് ഹാർഡ്ലി 1 കിലോമീറ്റർ. ഇതിനിടയെ ഞാൻ പിന്നെ കണക്കെടുക്കാൻ വേണ്ടിയിട്ട് പത്രപ്രവർത്തക സുഹൃത്തുക്കളെ കൂടെ കയറ്റിയിട്ട് എൻ്റെ ജീപ്പിനകത്ത് കയറ്റിയിട്ട് ഞാൻ കൊണ്ടുപോയി. ഞാൻ കണ്ട് 28-30 സ്ഥലങ്ങളിൽ ആളുകൾ ക്രോസ് ചെയ്യുന്നുണ്ട്. ഇത് അബ്രപ്റ്റ് ടപ്പെന്ന് ചാടിയാൽ എന്ത് ചെയ്യും? ക്രോസ് ചെയ്യാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ടല്ലേ അത്. ഒന്നാമത് പെഡസ്ട്രിയൻ ക്രോസിങ് എഫക്റ്റീവ് അല്ല. പിന്നെ അതുപോലെ തന്നെ ഫെൻസിങ് ഇല്ലാണ്ട് ഇരുന്ന ആളുകൾ റോഡിൽ ഇറങ്ങും. ഈ പെഡസ്ട്രിയൻ ക്രോസിംഗ് ഒന്നും ആരും നോക്കില്ല. പിന്നെ പെഡസ്ട്രിയൻ ക്രോസിങ്ങിലൂടെ ആരെങ്കിലും കടക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവൻ അടുത്ത കാലത്തൊന്നും കടക്കാൻ പറ്റില്ല. കാരണം ഓരോ വണ്ടിക്കാരൻ വന്നിട്ട് അവനവനെ സ്പീഡ് കൂട്ടും. ഒരുത്തൻ അവിടെ നിൽക്കുകയാണെങ്കിൽ എന്താ അറിയുമോ, കടക്കുന്നതിന് മുമ്പ് പോകണമെന്ന് വിചാരിച്ച് ഒരുത്തൻ കൂട്ടും, അതിൻ്റെ പുറകെ വരുമ്പോൾ ഇയാൾക്ക് കടക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് പ്രായമായവരൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമ്മുടെ ഇവിടെ എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു റോഡ് സംസ്കാരം, ആ റോഡ് സംസ്കാരം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് പഠിപ്പിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നതുകൊണ്ട് ആർക്കും അത് ഒരു സ്വഭാവത്തിൻ്റെ പെരുമാറ്റത്തിൻ്റെ ഭാഗമായിട്ട് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ വരുന്ന അവസരത്തിൽ എന്താന്ന് പറഞ്ഞാൽ ഇതൊരു നമ്മൾ പറയല്ല ആക്സിഡൻ്റ് ഒരു കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ് എന്ന് പറഞ്ഞാൽ ഇതൊരു കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസാണ്. ഈ നമ്മുടെ ഇവിടുത്തെ ആ ഒരു സിസ്റ്റത്തിന് ഒരുപാട് തകരാറുണ്ട്. കാരണം ഈ അർഹമായ ആളുകൾക്ക് അർഹമായ രീതിയിൽ നീതിന്യായ സംവിധാനം ഉറപ്പുവരുത്തുകയെന്നു, അതുപോലെ തന്നെ അനർഹർക്ക് യാതൊരു രീതിയിലും നീതിന്യായത്തിൽ ഒരു സോഫ്റ്റ് പെഡലിങ്, അതായത് ഒരു മൃദു സമീപനം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവരുത്. അതിവിടെ വരുന്നത് കൊണ്ടാണ് പ്രധാന പ്രശ്നം. ഇത്രയും കൂടുതൽ ടാക്സ് വാങ്ങിച്ച്, ലോകത്തിലുള്ള ഏറ്റവും വലിയ ടാക്സ് നമ്മളാണ് കൊടുക്കുന്നത്, കൊടുത്തിട്ട് ഓരോ ലിറ്ററിനും എത്ര ഇതിന് കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ സുരക്ഷിത ഉറപ്പുവരുത്താൻ വേണ്ട സംവിധാനം ഉണ്ടാക്കാൻ നമുക്കിവിടെ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഹൈവേ ഉണ്ടാക്കുന്നുണ്ട്, നല്ല കാര്യമാണ്. നമ്മുടെ ഒന്ന് ഇഷ്ടം പോലെ വാങ്ങുന്നുണ്ട്. ഇപ്പം നമ്മളൊക്കെ ഒരു മാസം ഇപ്പം ഒരു 50 ലിറ്റർ ഡീസൽ അടിക്കുകയാണെങ്കിൽ എത്രയായി? എങ്ങനെ വന്നു കഴിഞ്ഞാലും ഒരു 600-700 രൂപ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരും കൊടുക്കുന്നുണ്ട്. ഈ റോഡ് ഉപയോഗിക്കുന്നവന്മാർ ഈ വാഹനമുള്ളവർ ഓരോരുത്തരും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കുറവടിക്കാനാണ്. ബസ്സുകാരനൊക്കെ അങ്ങനെ വലിയ വാഹനങ്ങൾക്കൊക്കെ എത്ര പൈസയെന്ന് നമുക്കറിയാമല്ലോ. അപ്പം ഇത്ര വലിയ പൈസ കൊണ്ടിട്ടും അതിന് എഫക്റ്റീവായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഇന്ത്യയിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ റോഡ് വികസനം, ഇപ്പോൾ തന്നെ ഹൈവേ 30 മീറ്റർ മതി എന്ന് പറഞ്ഞു. അത് ആഘോഷിക്കാം. 30 മീറ്റർ പണി തീരുമ്പോഴത്തേക്ക് 60 മീറ്റർ വേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തുന്നത്. അത് നോക്കുന്നില്ല. ഇപ്പം ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നമ്മളിപ്പം ഇവിടെ സ്ഥിരമായിട്ട് ഈ റോഡിൻ്റെ തകരാറ് പറഞ്ഞു. അതായത് സ്ഥിരമായിട്ട് നമ്മുടെ ഈ കോഴിക്കോട് ഈ ബസ് സ്റ്റാൻഡ്, നമ്മുടെ മാവൂർ റോഡിലുള്ള ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് പുറത്തേക്ക് ഇറങ്ങുന്നിടത്തും അകത്തോട്ട് കയറുന്നതൊക്കെ നമ്മൾ ഈ രാജാജി സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ള റോഡിൽ നിന്നാണ്. അപ്പോൾ ഞാനിവിടെ ഉള്ളപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താറ് ചെയ്യിച്ച് എത്ര നമ്മളും കൂടെ പോയി നിന്ന് താറ് ചെയ്യിച്ചാലും എങ്ങനെ വന്നാലും 2 മാസം 3 മാസം കഴിയുമ്പോൾ പൊളിഞ്ഞു പോകും. അപ്പോൾ ബസ്സകത്തേക്കും പുറത്തേക്കും കയറുന്നതിന് ഈ കുഴി വന്നു കഴിഞ്ഞാൽ എത്ര ടൈം എടുക്കും? അതുകൊണ്ട് കൺജഷനാണ് അവിടെ. ആ കൺജഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ എഞ്ചിനീയർമാർ, PWD എഞ്ചിനീയർമാരുടെ അടുത്തൊക്കെ ഞാനും പറഞ്ഞു നമുക്ക് ഇതൊന്ന് കോൺക്രീറ്റ് ചെയ്യണം. അപ്പോൾ അതിന് പ്രൊവിഷൻ ഇല്ലാന്ന്. ഞാൻ പറഞ്ഞു അത് പറ്റില്ല, നമുക്ക് പ്രൊവിഷൻ ഉണ്ടാക്കണം. അത് അങ്ങനെ ഗവൺമെൻറ് മിനിസ്റ്ററൊക്കെയായിട്ട് സംസാരിച്ചതിന് ശേഷം അവിടെ കോൺക്രീറ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കോൺക്രീറ്റ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞതിന് ശേഷം അങ്ങോട്ടുരുട്ടി ഇങ്ങോട്ടുരുട്ടി തിരിച്ചു മറിച്ച് എന്തായാലും ശരി അവിടെ പ്രത്യേകിച്ച് നോക്കിയാൽ അറിയാം. അതായത് ഈ ജംഗ്ഷൻ മുതൽ അങ്ങോട്ട് പോയിട്ട് സ്റ്റേഡിയത്തിൻ്റെ അങ്ങേവശം വരെയുള്ള സ്ഥലത്ത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കോൺക്രീറ്റ് ചെയ്തിട്ട് എനിക്ക് എൻ്റെ ഓർമ്മയില്ലാണ്ട് 2003-ലാണത്. അപ്പം അല്ല 96 ഞാൻ പോയതിന് 99-98 മറ്റാണത് വർക്ക് ചെയ്തതെന്ന് തോന്നുന്നു.
അപ്പോൾ അതിനെല്ലാവരും കൂടെ അന്ന് എല്ലാവരും കൂടെ പോലീസ് ഉൾപ്പെടെയുള്ള PWDക്കാർ എല്ലാവരും കൂടെ ഈ ഒരു അവർക്കെന്നും തലവേദനയായത്. അപ്പോൾ അതുകൊണ്ട് അവർക്കും ഇതെങ്ങനെയെങ്കിലും ചെയ്യണമെന്ന് അവരും താല്പര്യമെടുത്ത് അങ്ങനെ കോൺക്രീറ്റ് ചെയ്തു. ഇന്ന് വരെ ഒരു പ്രശ്നമില്ല. ഒരു 5 പൈസയുടെ പണി ആ റോഡിൽ എടുക്കേണ്ടി വന്നു. ഇതിനെല്ലാം ഒരു റോഡിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? നമ്മുടെ എഞ്ചിനീയറിങ്ങിന് തകരാറുണ്ട്, പിന്നെ റോഡ് ഡിസൈൻ്റെ തകരാറുണ്ട്. അതൊന്നും നമുക്ക് പരിഹരിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല. ഇപ്പോൾ ആളുകളെ സംബന്ധിച്ച് ആക്സിഡൻറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ട് ഞാനിപ്പോൾ ഓട്ടോറിക്ഷയുടെ റൈറ്റ് സൈഡ് അടച്ചു. ഇന്ത്യയിൽ ആദ്യം അടച്ചത് കോഴിക്കോടാണ് 1973. അതുണ്ടാക്കുമ്പോൾ വലിയ പ്രശ്നം വരാൻ വേണ്ടി എല്ലാവരോടും സംസാരിച്ച് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി അങ്ങനെ ആണ് അത് നടത്തിക്കഴിഞ്ഞ് അപ്പോൾ അവർ ആദ്യം എതിർക്കാൻ വന്ന ആളുകളെയൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഇത് വേണമെന്ന് പറഞ്ഞ് നമുക്ക് നിയമത്തിലും വേണേ ഇങ്ങനെ ഒരു പരാമർശമുണ്ട്, ആരും എവിടെയും ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഇതുകൊണ്ട് ഇവിടെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്തു. അതുകൊണ്ട് എന്താന്ന് പറഞ്ഞാൽ ഓക്സിഡ് സാധാരണ ഓട്ടോറിക്ഷ എവിടെ കൊണ്ട് നിർത്തിയാൽ എന്താന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷയ്ക്കകത്ത് രണ്ട് യാത്രക്കാരാണ്, ഇപ്പോഴാണ് 3 അത് 2 യാത്രക്കാരാണ്. 2 യാത്രക്കാരന് ഒരുത്തൻ വലത്തോട്ടിറങ്ങും, ഒരുത്തൻ ഇടത്തോട്ടിറങ്ങും. മനസ്സിലായല്ലോ? ഈ വലത്തോട്ടിറങ്ങുന്നതിൻ്റെ പ്രശ്നം എന്താ പറയുക, വണ്ടി ഇങ്ങനെ പുറകെ ഇങ്ങനെ വരും, സ്കൂട്ടറിൽ മോട്ടോർ സൈക്കിളൊക്കെ. അപ്പോൾ ഇവൻ കാലങ്ങോട്ട് വെക്കുമ്പം ഇവൻ്റെ കാലിൻ്റെ മണ്ടയ്ക്ക് വന്ന് ഇടിക്കുന്നത്, നമ്മുടെ റോഡിൽ സ്ഥലമില്ലല്ലോ, പിന്നെ മിഡിൽ ഓഫ് ദ റോഡിലേക്കാണ് ഇവൻ കാല് വെക്കുമ്പോൾ ഇവൻ കാണുന്നില്ല പുറകെ വരുന്ന വണ്ടിൻ്റെ പുറത്തോട്ട് ഇറങ്ങല്ലേ. ഇറങ്ങുന്ന അവസരത്തിൽ ഇവൻ്റെ കാലിന് തട്ടിയിട്ട് ഒരുപാട് ആക്സിഡൻറ്റ് ഉണ്ടായി. അപ്പോൾ അതാണ് നമ്മൾ ഇതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത് അടച്ചു, അത് പെർമനൻ്റായിട്ട് അടച്ചു. അപ്പം നിയമത്തിൻ്റെ ഒരു പിൻബലം കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞ് പിന്നെ അത് എല്ലായിടത്തും ആയിപ്പോൾ. അതുകൊണ്ട് എന്താന്ന് പറഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഇത് ചെയ്തപ്പോൾ അവരെ സംബന്ധിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പരീക്ഷണാർത്ഥം 1 മാസം എന്ന് പറഞ്ഞു തുടങ്ങി. പത്രപ്രവർത്തകർക്ക് ഒരുപാട് സഹകരിച്ചിട്ടുണ്ട്, എല്ലാ രീതിയിലുള്ള ഇവിടുത്തെ പരിഷ്കാരങ്ങൾ ചെയ്യാനും ഒരുപാട് സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ടാമത് 1 മാസം കഴിഞ്ഞ് ഇവരെ ഈ ഡ്രൈവേഴ്സ് യൂണിയനും കുറേ അധികം ഡ്രൈവേഴ്സിനെയൊക്കെ വിളിച്ച് രണ്ടാമത് അതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ വെച്ചാൽ പറഞ്ഞു, വേറെ വളരെ നന്നായി. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ പണ്ട് വണ്ടി അവിടെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ഈ പാസഞ്ചർ വലത്തോട്ടിറങ്ങും, അപ്പോൾ ഇടത്തിൽ ഒരാൾ കാത്തു നിൽക്കുന്നുണ്ടാവും വണ്ടിയിലേക്ക് കയറാൻ. ഇയാൾ ഇറങ്ങി കഴിയുമ്പോൾ വലത്തോട് ഒരുത്തം കയറി ഇടത്തോട്, പിന്നെ ഞങ്ങളാണ് അടി തീർക്കുക, അങ്ങനെയുള്ള പ്രശ്നമായിരുന്നു. ഇപ്പം എന്താന്ന് പറഞ്ഞാൽ ആ ഒരു പ്രശ്നം ഒഴിവാക്കി. കാരണം വലത്തോട് ആൾ കയറില്ല, ഇടത്തോടെ മാത്രമേ ഉള്ളൂ, അത് ഇയാൾക്ക് നിയന്ത്രിക്കാം. അപ്പം അങ്ങനെയുള്ള സൗകര്യം, നമ്മൾ ഉദ്ദേശിക്കാത്ത സൗകര്യം അവർക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഇതേമാതിരിയുള്ള ഏതെങ്കിലും രീതിയിലുള്ള സുരക്ഷിതമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തുമ്പോൾ അതിന് പല രീതിയിലുള്ള പ്രയോജനങ്ങൾ കിട്ടും. അപ്പോൾ ആക്സിഡൻറ്റ് ഒരുപാട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന്, വളരെ വളരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് പറയല്ല, അന്ന് തന്നെയൊക്കെ 100-നടുത്തോട് കൂടിയിട്ട് തന്നെ ഇവിടുത്തെ ആക്സിഡൻറ്റ് അതിൻ്റെ താഴത്തേക്കൊക്കെ ആക്സിഡൻറ്റ് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മൊത്തം നമ്പർ ഓഫ് കേസസ് റേഷ്യോ ചെയ്യുന്ന കുറച്ചിട്ടുണ്ട് ചില കൊല്ലങ്ങൾ. ഞാനിവിടെ ഉള്ള അവസരത്തിൽ എനിക്ക് പറയാം കുറച്ചിട്ടുണ്ട്. ഇപ്പം കേരളത്തിൽ ഒരു വർഷം ഒരു 45,000-ഓളം അപകടങ്ങൾ ശരാശരി ഉണ്ടാകുന്നുണ്ട് കഴിഞ്ഞൊരു 10 വർഷത്തെ കണക്കിലെടുത്താൽ. അതിൽ 50,000-ഓളം പേർക്കാണ് പരിക്കേൽക്കുന്നത്. അതിൽ മിക്കവാറും ഗുരുതരമായ പരിക്കുകളായിരിക്കാം നമ്മൾ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഈ വാഹനാപകടങ്ങളുടെ പരിക്കുകളുടെ പ്രത്യാഘാതം എത്രത്തോളമാണെന്ന്? ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ ലൈഫിൽ ഒരു ആക്സിഡൻറ്റ്, ശരിക്കുള്ളൊരു ആക്സിഡൻറ്റ് പറ്റുകയാണെങ്കിൽ അവരുടെ ലൈഫിൻ്റെ 50% പിന്നെ ഡാമേജസ് ആണ്. കാരണം ഒരു ഫ്രാക്ചർ പറ്റുകയാണ്, ഒരു ജോയിൻറ്റ് ലിഗമെൻറ്റ്സ് ഡാമേജ് വരിക, ഹെഡ് ഇഞ്ചുറീസ് വരിക, ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തിയല്ല, ഹോൾ ഫാമിലി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, നമുക്കിവിടെ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ അവർ ഒരു അപകടം പറ്റിയാൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് ചിന്തിക്കുന്നില്ല. പിന്നെ അപകടം പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂഷ്വലി സംഭവിക്കുന്നത് ഇവിടെ ആളുകൾ തമ്മിൽ തർക്കമാണ്. യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് ലോ ആണ് അവർ ഫോളോ ചെയ്യുന്നതെങ്കിൽ ആരുടെയെങ്കിലും അടുത്ത് തെറ്റുണ്ടാവും, അല്ലെങ്കിൽ മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈസിയാണ്. അപ്പം ഇവിടെ സ്ഥിരമായിട്ട് എവറി ഡേ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇഷ്ടം പോലെ ആക്സിഡൻസ് ഉണ്ടാവാം. ഇതിലെല്ലാം ലോ ഫോളോ ചെയ്തിട്ടല്ല പോകുന്നത്. ഈ പരിക്കുകളെ ഈ മെഡിക്കൽ സംവിധാനത്തെ സംബന്ധിച്ച് ഏതെങ്കിലും വെല്ലുവിളിയാവുന്ന സന്ദർഭങ്ങളുണ്ടോ ഡോക്ടർ അനുഭവത്തിൽ? ഇഷ്ടം പോലെ. പരിക്കുകളാ നമുക്ക് ഈവൻ ഫ്രാക്ചേഴ്സ് പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യാൻ സമയമെടുക്കും. ജോയിൻറ്റ്സ്, നീ ജോയിൻ്റ് ആവട്ടെ, ഷോൾഡർ ജോയിൻ്റ് ആവട്ടെ, നെക്കാവട്ടെ, ഇതെല്ലാം ഒരു പ്രാവശ്യം ശരിക്കും ഒന്ന് ഡാമേജ് ആയി കഴിഞ്ഞാൽ തിരിച്ച് ആ നോർമൽ ലെവലിൽ നമുക്ക് സർജറി ചെയ്യാം, കറക്ഷൻസ് ചെയ്യാം. പക്ഷേ എന്നാലും കറക്റ്റ് ഫങ്ഷണൽ മൂവ്മെൻറ്റിൽ എത്തണമെങ്കിൽ വർഷങ്ങളെടുക്കും. പ്രത്യേകിച്ച് ഹെഡ് ഇഞ്ചുറിയാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഹെൽമെറ്റ് യൂസ് ചെയ്യണമെന്ന് പറയാൻ കാരണം, നമ്മുടെ ശരീരത്തിന് താഴത്തേക്കുള്ള ഭാഗം തല ഒഴിച്ച് ബാക്കിയെല്ലാം
എത്ര ഫ്രാക്ചേഴ്സ് വന്നാലും നമുക്ക് കറക്ഷൻ ചെയ്യാം, സർജറി ചെയ്യാം, ബെറ്റർ ആക്കാം. പക്ഷേ ഹെഡ് ഇഞ്ചുറി ഒരു പ്രാവശ്യം വന്നാൽ, നല്ലൊരു ഇഞ്ചുറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിലേറ്റഡ് കംപ്ലീറ്റ് പാരലൈസിസ് വരാം, ബിലോ നെക്ക് കംപ്ലീറ്റ് മൂവ്മെൻറ്റ്സ് പോവാം. ഇത് ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സിവിയറിറ്റി കൂടിയ ഒരു ഇമ്പാക്റ്റാണ് ഒരാളുടെ ലൈഫിൽ. നമുക്കതിനെ ഒന്നും എക്സാമിൻ ചെയ്തിട്ട് ഇത് ഈ വളരെ മൈൽഡാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഏത് ആക്സിഡൻ്റ് ആയാലും ഡെഫിനറ്റ്ലി സൊസൈറ്റിയെ ബാധിക്കുന്നുണ്ട്, ആ ഇൻഡിവിജ്വലിനെ ബാധിക്കുന്നുണ്ട്, അവരുടെ ഫാമിലി ബാധിക്കുന്നുണ്ട്. നമ്മൾ റോഡുകളുടെ കാര്യം പറഞ്ഞു. റോഡുകളോളം തന്നെ പ്രധാനപ്പെട്ടതാണ് റോഡരികുകൾ, പാതയോരങ്ങളുടെ ഒരു അവസ്ഥ. പ്രത്യേകിച്ചും ഈ ദീർഘദൂര ഡ്രൈവർമാരെടുത്തു കഴിഞ്ഞാൽ അന്തർ സംസ്ഥാനത്തേക്കൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിൽ യാത്ര ചെയ്യുന്ന കിലോമീറ്ററോളം യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഇടയ്ക്ക് അവർക്ക് ഇറങ്ങി ഒന്ന് വിശ്രമിക്കാനുള്ള സ്ഥലം ഉണ്ടാവുക. പിന്നെ ഒരു 100-200 കിലോമീറ്ററിന് അപ്പുറമുള്ള റോഡുകളുടെ അവസ്ഥ അവർക്ക് ഇവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടാവുക. അത്തരം ശാസ്ത്രീയമായിട്ടുള്ള റോഡരിക സംവിധാനം നമ്മുടെ റോഡുകൾക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റും? ഇല്ല, ഒന്നാമത് തന്നെ റോഡിന് അരികുകളില്ല. മുഴുവൻ സ്ഥലവും ടാർ ചെയ്ത് അതിൻ്റെ അപ്പുറത്ത് ലേശം മണ്ണ് സ്ഥലം ഉണ്ടായിരുന്നത് അതും കൂടെ കോൺക്രീറ്റ് ചെയ്ത് കംപ്ലീറ്റ് വണ്ടി ഓടാൻ വേണ്ടി മാത്രം ഉദ്ദേശിക്കുക. അല്ലാതെ മറ്റ് റോഡ് ഉപയോക്താക്കൾക്ക് സൗകര്യപ്രദമോ സുരക്ഷിതമായിട്ടോ സംവിധാനങ്ങളില്ല എന്ന് തീർത്ത് പറയാൻ പറ്റും. നമ്മൾ ഏത് ടൗണിൽ നോക്കി അപകടങ്ങളുടെ ഒരു കാരണം കൂടിയാണ്, പ്രധാനമല്ലേ, സംശയമൊന്നുമില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ സ്ഥലമില്ലാത്തവ മാക്സിമം സൈഡിലേക്ക് വരും. അപ്പൊ ഈ കാൽനട യാത്രക്കാരനോ സൈക്കിൾ യാത്രക്കാരിപ്പം ഇല്ല, പേടിച്ചിട്ട് സൈക്കിൾ ആരും ഉപയോഗിക്കുന്നില്ല. അപ്പം അവരെയൊക്കെ തട്ടിത്തെറിപ്പിക്കാനേ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് എല്ലാ റോഡ് ഉപയോക്താക്കൾക്കും സൗകര്യപ്രദമായും സുരക്ഷിതമായി സംവിധാനങ്ങൾ നമ്മുടെ റോഡിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല, സാധിക്കുന്നുമില്ല, നാളെ തൊട്ട് പറ്റും എന്ന് വിശ്വസിക്കുകയും വേണ്ട. അപ്പോൾ അപകടങ്ങൾ അതിൻ്റെ ഒരു തുടർക്കഥയല്ലേ, അതാണ് പ്രധാനം. പിന്നെ ഉള്ളതെന്താ, റോഡ് എൻക്രോച്ച്മെൻറ്റ് ഒരു പ്രധാനമായിട്ടാണ്. അപ്പോൾ റോഡുകളിലൊക്കെ മിക്കവാറും നമ്മൾ ഏത് സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാലും റോഡിലേക്ക് ഇറക്കി വെക്കുക, സാധനങ്ങൾ ഇറക്കി വെക്കുക, മറ്റ് സാധനങ്ങൾ പിന്നെ ബിൽഡിംഗ് പണിക്ക് അല്ലെങ്കിൽ മറ്റ് കടയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സാധനങ്ങൾ ഇറക്കി വെക്കുക, അല്ലെങ്കിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി വെക്കുക, അങ്ങനെ പറഞ്ഞ് റോഡിൽ ഒരുപാട് പ്രശ്നങ്ങൾ. പിന്നെ പാർക്കിങ്, ഞാൻ നേരത്തെ പറഞ്ഞു, പാർക്കിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എ റൈറ്റ് ബട്ട് എ ഫേവർ. അതെവിടെ അത് ചെയ്യുന്നതിന് പ്രത്യേക നിയമം പറയുന്നുണ്ട്. ഇന്ന സ്ഥലത്തെ പാർക്കിംഗ് വേണ്ട എന്ന് പറയുന്ന സ്ഥലത്ത്, അത് തിരക്കുണ്ടെന്നുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പാർക്കിംഗ് ചെയ്യരുത്. പാർക്കിങ്ങിന് വേണ്ടി നിശ്ചയിച്ച സ്ഥലമുള്ളൂ, അല്ലാണ്ട് ഒരു രീതിയിലും ആർക്കും അവിടെ ഇല്ല അല്ലെങ്കിൽ തടസ്സം വരുന്നില്ല എന്നുള്ള സ്ഥലത്ത് വേണമെങ്കിൽ മാത്രമേ നിങ്ങൾ അത് സൈഡ് കീപ്പ് ചെയ്ത് മാത്രമേ പാർക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എത്ര പേർക്കറിയാം, എത്ര പേര് പാലിക്കും? പിന്നെ ഇവിടെ ഒരു മറ്റു രാജ്യങ്ങളിൽ ഇപ്പം ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ആണോ റൈറ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ആണോ അനുസരിച്ചിട്ട് ഒരു റൂട്ട് എമർജൻസി വെഹിക്കിൾസിന് വേണ്ടിയിട്ട്, ആംബുലൻസ്, ഫയർഫോഴ്സ് ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ലൈൻ ഉണ്ടാവും. അപ്പം അതിലൂടെ മറ്റവർ ആരും ഓടിക്കില്ല. അപ്പം നമുക്ക് ഈവനിങ് ആവശ്യത്തിന് സ്പേസ് അവിടെ ഉണ്ടാവും. ഒരു ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞു പെട്ടെന്ന് എമർജൻസി വെഹിക്കിളിന് വരാനുള്ളൊരു സൗകര്യം. നമ്മുടെ നാട്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് ആക്സിഡന്റ് ഉണ്ടെങ്കിൽ ഉടനെ അതിന്റെ ബാക്കിൽ വരുന്ന വണ്ടികളെല്ലാം ഇടയിലൂടെ കയറ്റി അവിടെ ജാമായി. ഒരു എമർജൻസി വെഹിക്കിളിന് പോലും അവിടെ എത്താൻ പറ്റില്ല. അതുപോലെ അവിടെ ഈ പാതയോരത്തിന്റെ മാനേജ്മെന്റ് എങ്ങനെയാണ്? അവിടെ കൃത്യമായിട്ട് വാക്ക് വേസ് ഉണ്ട്. അപ്പൊ അതിലൂടെ ആളുകൾ, പെഡസ്ട്രിയൻസ് അതിലൂടെ നടക്കാറുള്ളൂ. ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, ഇവിടെ ഈ സാറ് പറഞ്ഞ പോലെ ആ ട്രാഫിക് കൾച്ചർ എന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ട് പെഡസ്ട്രിയൻ കൾച്ചർ വേണം. അവിടെ കൃത്യമായിട്ട് പെഡസ്ട്രിയൻ ആ വഴി പോകും. എവിടെയാണ് ക്രോസിങ്, സീബ്ര ലൈൻസിൽ അവിടെ മാത്രമേ പ്രസ് ചെയ്തിട്ട് അവിടെ നിർത്തി ക്രോസ് ചെയ്യുള്ളൂ. ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെക്ട് ചെയ്യുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്. നമ്മൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് കാണാം ഒരാൾ ഓടുന്നു, നമ്മൾ സഡൻ ബ്രേക്ക്. എനിക്ക് പറ്റിയിട്ടുണ്ട്, ഒരാൾ പെട്ടെന്ന് ഓടുന്നു, ഞാൻ ബ്രേക്ക് ചവിട്ടി, ഞാൻ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി, എൻ്റെ ബാക്കിൽ വന്ന് 2 വണ്ടികൾ ഒരുമിച്ചിട്ട് പിടിച്ച്. അത് ട്രാഫിക് ഡെൻസിറ്റിയും ജനസംഖ്യയുടെ ഒരു അത് ഇന്ത്യ എന്ന് പറയുന്ന വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രി ഇൻ ദ വേൾഡ്. അപ്പം അത്ര ആളുകളാണ്, ജനസംഖ്യ അത്ര കൂടുതലുണ്ട്. സാറ് പറഞ്ഞ പോലെ വണ്ടികൾ ഇഷ്ടം പോലെ ഇറങ്ങി, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഇന്ന് എല്ലാവർക്കും വണ്ടികളുണ്ട്. അപ്പൊ ഇത്ര ഹ്യൂജ് ട്രാഫിക് വന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് ട്രാഫിക്കിനുള്ള സ്പേസ് നമുക്കില്ല, സ്ട്രക്ചർ അതിന് വന്നിട്ടില്ല, ഇൻഫ്രാസ്ട്രക്ചർ കൃത്യമായി വന്നില്ല.
നമുക്ക് വേണ്ട സേഫ്റ്റി മെഷർമെന്റ്സിൽ വന്നിട്ടില്ല, ഡ്രൈവിംഗ് കൾച്ചർ വന്നിട്ടില്ല. റോഡ് റൂൾസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ദേശീയ തലത്തിൽ പഴയ നിയമത്തിൻ്റെ അനുബന്ധമായിട്ടൊരു സാധനമുണ്ട്. അത് മിക്കവാറും ഉദ്യോഗസ്ഥന്മാർ തന്നെ വായിക്കാറില്ല. അതിനകത്ത് ഒരുമാതിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ അത് കുറച്ചുകൂടെ എക്സോസ്റ്റീവ് ആയിട്ട് വളരെ ഭംഗിയായ രീതിയിൽ എഴുതിയിട്ടുണ്ട്. മിക്കവാറും എല്ലാം കവർ ചെയ്തിട്ടുണ്ട് പുതിയ ഇതിനകത്ത്. അത് ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന പണ്ട് പുരാതന കാലത്ത് ഉണ്ടാക്കിയതാണ്. നമ്മളൊക്കെ അതാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പുതിയ ഇത് വന്നതിന് ശേഷം 2019 ശേഷം പുതിയ ഇതൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. അതിലൊക്കെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ആർക്കറിയാം ഇങ്ങനെ സാധനം ഉണ്ടെന്ന് തന്നെ എത്ര പേർക്ക് അറിയാം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ വകുപ്പിൻ്റെ സ്റ്റാറ്റസ് റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ തിരുവനന്തപുരത്തും എറണാകുളത്തുമാണ് ഏറ്റവും കൂടുതൽ വാഹനാപകടങ്ങൾ നടക്കുന്നത്. അതായത് കേരളത്തിൽ മൊത്തം നടക്കുന്ന വാഹനാപകടങ്ങളുടെ 4-1 ഈ 2 ജില്ലകളിലുമാണ്. അതെന്തായിരിക്കാം കാരണം ഈ 2 ജില്ലകൾ? അതിൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അധികം റോഡുകളുണ്ട്. ഏറ്റവും കൂടുതൽ ബൈ റോഡ്സ് ഉള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. അതായത് ഒരു വൈഡ് സിറ്റി, അതിനേക്കാൾ ഉപരി വൈഡ് റോഡ്സ്. അതായത് എല്ലാ റോഡുകളും കാരണം തലസ്ഥാനം ആയതുകൊണ്ട് എല്ലാ റോഡുകളും ഒരുമാതിരി ഗതാഗത യോഗ്യമാണ്. അവിടെയൊക്കെ വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ അവിടുത്തെ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഓഫീസ് സംബന്ധമായിട്ടോ മറ്റു രീതിയിലൊക്കെ ഉള്ള ഉദ്യോഗസ്ഥന്മാരാണ് അധികം ആളുകൾ. അപ്പോൾ അവർക്ക് വളരെ തിരക്കാണ്. അവരെല്ലാവരും വാഹനം ഉപയോഗിക്കുന്ന ആളാണ്. അവരുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സുഖ സൗകര്യങ്ങൾക്കും പോകാൻ വേണ്ടിയിട്ട് അവർക്കും വാഹനങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബിസിനസ് സംബന്ധമായിട്ട് ആളുകൾ ഒരുപാട്, അതുകൊണ്ട് ആളുകൾ ഓടിക്കുന്ന അവസരത്തിൽ അവിടെ സ്വാഭാവികമായിട്ട് കൂടും. അപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നൊരു പ്രക്രിയയാണ് ഇത് പ്രധാനമായിട്ട്. നമ്മളിപ്പോൾ എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് എൻഫോഴ്സ്മെൻറ്റ്, അതായത് എൻജിനീയറിങ് എഡ്യൂക്കേഷൻ എൻഫോഴ്സ്മെൻറ്റ് എന്നാണല്ലോ ഇതിൻ്റെ തിയറി പറയുന്നത്. എൻജിനീയറിങ് സർവത്ര അബദ്ധം. പിന്നെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇത് അനുസരിക്കണമെന്നൊരു ബോധ്യം വേണ്ടേ? അതില്ല, പഠിക്കില്ല, പഠിച്ചത് പാലിക്കില്ല. പിന്നെ എൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത് പേരിന് കണക്കിന് വേണ്ടിയിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ്, അത് മാറ്റി വന്നാലേ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഒരു പോപ്പുലേഷൻ കൂടുതലാണ്, മൂവ്മെൻറ്റ് ഓഫ് ട്രാഫിക് കൂടുതലാണ്, പിന്നെ യൂസ് ഓഫ് റോഡ് വളരെ കൂടുതലാണ്. ഇപ്പം നമ്മൾ കോഴിക്കോടിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ചെറിയ നഗരങ്ങളാണെന്ന് പറയാം. അപ്പോൾ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ അവിടെ കൂടാനുള്ള സാധ്യതയുള്ളൂ. കാരണം അവിടെ എല്ലാവരും തിരക്കാണ്. അപ്പം റഷ് കൂടും, കൺജഷൻ കൂടും, വാഹനങ്ങൾ കൂടും, യാത്രക്കാർ കൂടും. അപ്പം അത് സ്വാഭാവികമായിട്ട് അവിടെ കൂടുതൽ വരാൻ വഴിയുള്ളൂ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ സുപ്രീം കോടതി വിധിയിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് റോഡിൻ്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട്, റോഡിന് തകരാറുമായിട്ട് ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് ഈ സംവിധാനത്തിന് മുന്നിൽ പരാതി നൽകാനുള്ള ഫലപ്രദമായിട്ടുള്ളൊരു സിസ്റ്റം വേണമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് അത് പൊതുജനങ്ങൾ നൽകുന്ന പരാതി ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാനുള്ളൊരു സിസ്റ്റം ഉണ്ടോ? ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതൊക്കെ ഈ റോഡിലെ കുഴികളാണ്, സർവത്ര കുഴികളാണ്. ഇപ്പം കോഴിക്കോട് നഗരത്തിൽ കുഴിയുടെ കണക്കെടുത്താൽ എങ്ങനെന്നാ പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു സ്ഥലത്തുണ്ട്, അവിടുത്തെ കുഴികളുടെയൊക്കെ എണ്ണം എടുത്തിട്ട് പറയുന്ന ആളുകൾക്ക് പ്രൈസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. അപ്പോൾ ഈ കുഴികളൊക്കെ വിടാനൊരു സംവിധാനം നമുക്കില്ല. അപ്പോൾ പണ്ട് ഇതേമാതിരി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെഷീൻ നമ്മൾ ജർമ്മനിയിൽ നിന്നൊക്കെ ഇറക്കിയിരുന്നു. ഞാനിവിടെ AC ആയ കാലത്ത് ഇവിടെ കൊണ്ടുവന്നു. അങ്ങനെ ഇവിടെ നമ്മൾ നിർബന്ധിച്ചിട്ട് മിനിസ്റ്റർ അടുത്തൊക്കെ സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞ് ഇവിടെ കുഴി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ തിരുവനന്തപുരത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് തോന്നി, എടാ ഇത് കുറച്ച് സൗകര്യമാണത്, ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയി അങ്ങോട്ട്. പിന്നെ ഇവിടെ വെളിച്ചം കണ്ടിട്ടില്ല, പിന്നെ ഒരു സാധനം വന്നിട്ടില്ല. ഇപ്പം ഇത് ചെയ്യണമെങ്കിൽ ഇപ്പോഴും പഴയ സംവിധാനങ്ങളൊക്കെയാണ്. ഇപ്പം താറൊടിച്ചൊരക്കി അവിടെ ചെന്ന് ഇപ്പം പുതിയൊരു പരിപാടിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെറുതായിട്ടൊന്ന് കുഴിച്ചിട്ട് പിന്നെ കോൺക്രീറ്റ് ഇട്ട് വെച്ചേക്കും. അപ്പോൾ അതിൻ്റെ അപ്പുറം പിന്നെ ഇളകും. കാരണം ഇത് ഇളകില്ല, ഇതിൻ്റെ അപ്പുറം ഇളകും. എന്നിട്ട് ഇത് ഒന്നായിട്ട് അങ്ങ് ഇളകി പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഇരുട്ടുകൊണ്ട് ഓട്ടം അടയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു അശാസ്ത്രീയമായ സംവിധാനങ്ങളാണ്. ഇപ്പം ഒരു റോഡിൽ ഒരു പാച്ച് വന്നു കഴിഞ്ഞാൽ ആ പാച്ച് എഫക്റ്റ് ചെയ്ത ഏരിയ മുഴുവൻ ഡിറ്റക്റ്റ് ചെയ്ത് അത് മുഴുവൻ കട്ട് ചെയ്ത് മാറ്റി ചെയ്യണ്ടേ? അങ്ങനെ വല്ലതും കഴിഞ്ഞ് ഇവിടെ ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ കണ്ടില്ലേ, മണ്ണിടും, മണ്ണിൻ്റെ മുകളിൽ പിന്നെ കുറച്ച് മെറ്റലിട്ട് അതിൻ്റെ മുകളിൽ താറിട്ട് കഴിഞ്ഞാൽ എന്നിട്ട് ചിലപ്പോൾ റോളർ ഇറക്കും. ഇല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്? എന്നാൾ കണ്ടില്ലേ ഒരു വർക്ക് ചെയ്യുന്ന അവസരത്തിൽ പിന്നെ ഈ ലോറിയുടെ ടയർ കയറ്റിയിട്ട് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ഇതൊക്കെയാണ് സംവിധാനം. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ ഒരു മാറ്റം വരുത്തണമെന്ന് സംവിധാനങ്ങൾക്ക് തോന്നി. അത് എഫക്റ്റീവായിട്ട് ചെയ്യണം. അതിനകത്ത് കറപ്ഷൻ ഒഴിവാക്കി അതുപോലെ തന്നെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ച് ഇതാണ് എൻ്റെ ലക്ഷ്യം,
ആ ലക്ഷ്യബോധത്തോടുകൂടി ലക്ഷ്യപ്രാപ്തിയിലെത്താൻ വേണ്ടി പരിശ്രമിക്കുക. ജനങ്ങൾക്കും ഇത് ആവശ്യമാണ് എന്നൊരു തോന്നലും അതനുസരിച്ചൊരു പ്രവൃത്തിയും ഉണ്ടാകാത്തിടത്തോളം കാലം നമുക്ക് വലിയ ശുഭപ്രതീക്ഷയൊന്നും വേണ്ട. ഇപ്പോൾ ഈ ദേശീയപാത 66 നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചു. ഇപ്പോൾ അത് ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് പലയിടത്തും. മാത്രമല്ല സർക്കാരിൻ്റെ ഏറ്റവും ഒരു പൈലറ്റ് പ്രൊജക്റ്റായിട്ട് ഒരു വലിയ നേട്ടമായിട്ട് തന്നെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. ഇപ്പോൾ കേരളത്തിൽ ഈ ദേശീയപാത 66 ഫുള്ള് കംപ്ലീറ്റ് ആവുകയും വാഹന ഗതാഗതത്തിലൂടെ നോർമലാവുകയും ചെയ്ത് കഴിഞ്ഞാൽ റോഡ് അപകടങ്ങളുടെ എണ്ണം കുറയ്ക്കാനാകുമെന്ന് പ്രതീക്ഷിക്കാം. അല്ല, ഇപ്പൊ കംപ്ലീറ്റ് ചെയ്ത സ്ഥലങ്ങളിൽ സംഭവിക്കുന്ന നേരത്തെ ഡോക്ടർ പറഞ്ഞ കാര്യം ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ കൊണ്ടുപിടിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഓവർ സ്പീഡിങ് കാരണം ഇത് ഒന്നും നോക്കാനില്ല, എതിരെ വണ്ടി വരുന്നില്ല, കൊണ്ടുപോയിട്ട് സൈഡിലൊക്കെ പീഡിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നു. പിന്നെ അതേപോലെ തന്നെ താഴെ നമ്മളിപ്പം ഫീഡർ റോഡ്സ് അതിൻ്റെ താഴെ കൂടെ പോകുന്നു, താഴെ കൂടെ ഉള്ള റോഡിൽ നിന്ന് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന അവസരത്തിൽ അവർ പിന്നെ ശ്രദ്ധിക്കാതെ അതിലേക്ക് കയറി ഇറങ്ങുകയും ചെയ്യുന്ന കാരണം വെയിറ്റ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല, വന്ന് നേരെ അവനങ്ങ് കയറുകയാണ്. ഇവിടെ സ്പീഡിൽ പോകുന്നവൻ്റെ മണ്ടയിലേക്ക് കൊണ്ട് കയറ്റി കഴിഞ്ഞാൽ പക്ഷെ അതൊക്കെ കറക്റ്റ് ചെയ്യാനുള്ളൂ. അത് ഇവന് ഞാൻ പറഞ്ഞല്ലേ, ഈ വാഹനം ഓടിക്കുന്നവനൊരു ബോധം വേണ്ടേ, അത് ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ള ഉത്തരവാദിത്ത ബോധം എപ്പോഴും അവൻ്റെ മനസ്സിലുണ്ടാവണം. നമ്മൾ ഈ കാൽനടക്കാരുടെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ നമ്മുടെ റോഡുകൾ എത്രമാത്രം ഇൻക്ലൂസീവ് ആണെന്നുള്ളൊരു ചോദ്യം അതിൽ നിന്ന് വരുന്നുണ്ട്. അതായത് ഈ കാൽനടക്കാർ, ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാർ, കുട്ടികൾ, അവർ പിന്നെ വയോജനങ്ങളായിട്ടുള്ള ആൾക്കാർ, അവരെ സംബന്ധിച്ച് ഇന്നത്തെ നമ്മുടെ റോഡുകൾ എത്രമാത്രം അവരെ ഇൻക്ലൂസ് ചെയ്യുന്ന ഒരു സ്വഭാവത്തിലേക്ക് എത്തിയിട്ടുണ്ട്, അങ്ങനെ പറയാൻ പറ്റുമോ? അവരെ കൂടി ഇൻക്ലൂസ് ചെയ്യുന്ന തരത്തിലാണ് നമ്മുടെ റോഡുകളുടെ എഞ്ചിനീയറിങ്ങും നിർമ്മാണവും എന്ന് പറയാൻ പറ്റുമോ? ഒന്നുമില്ല. ഭിന്നശേഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംവിധാനവും ഒരു സ്ഥലത്തും ഇല്ല. പിന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ റോഡ് കടത്തി വിടണമെങ്കിൽ പോലീസ് വേണം, അല്ലെ അധ്യാപകർ വേണം, ഇല്ലെങ്കിൽ അവർക്ക് റോഡ് കടക്കാൻ പറ്റില്ല. ബസ്സിൽ കയറുക ഇറങ്ങുക ചെയ്യണമെങ്കിൽ അധ്യാപകർ വേണം, അല്ലെങ്കിൽ പോലീസോ വേറെ ആരെങ്കിലും വോളണ്ടിയർ പിന്നെ ഓർഗനൈസേഷൻ്റെ ആരെങ്കിലും വേണം. അപ്പം അങ്ങനെ നമുക്ക് സംസ്കാരമില്ല. സംസ്കാരം ഇല്ലാത്തതുകൊണ്ടാണെന്നറിയോ, നമ്മളിപ്പോൾ തുമ്പിയെ കല്ലടിപ്പിക്കും, അങ്ങനെ ഇങ്ങനെ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ചെയ്യാണ്. അപ്പോൾ ബസ്സിലെ കുട്ടികളെ കയറ്റുന്നത് എന്താന്ന് പറഞ്ഞാൽ ബസ്സിൻ്റെ മുമ്പിൽ ഒരുത്തൻ കയറി നിൽക്കും വണ്ടി എടുത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മറ്റവൻ ഇത് കഴിഞ്ഞതിന് ശേഷം ശരി എന്ന് പറയുമ്പോഴാണ് ഇപ്പം വണ്ടിയുടെ മുമ്പ് സൗകര്യം കൂടി ഇല്ല എന്നുള്ളതൊരു പ്രശ്നം. ശരിയാണ്. അല്ല, ബസ്സുകാർക്ക് ഒരുപാട് പ്രശ്നമുണ്ട്. എല്ലാ വാഹനങ്ങളും മാത്രമല്ല, റോഡുകളുടെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഇതിനുള്ള സംവിധാനങ്ങൾ ശരിക്കും വേണ്ടതല്ലേ? ഇതുപോലെ അത് ഉണ്ടാക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പം നമ്മളെ സംബന്ധിച്ചുള്ള ഫലപ്രദമാകാതെ പോകുന്നത് അങ്ങനെയുള്ള സംവിധാനം ഇല്ലാത്തത്. നമ്മളിപ്പം എത്ര മീറ്ററാണ് ഇപ്പം നാഷണൽ ഹൈവേ ഉണ്ടാക്കിയിരുന്നത്? വേണമെന്ന് പറഞ്ഞാൽ എത്ര ട്രിപ്പ് ഉണ്ടാക്കി എത്ര? അത് മതിയോ? കേരളത്തിന്റെ ജനബാഹുല്യവും വാഹന ബാഹുല്യവും കണ്ട് ആ റോഡ് മതിയോ ഇപ്പോൾ? തൽക്കാലം ഇപ്പം നേരത്തെ ഡോക്ടർ പറഞ്ഞ മാതിരി ഒരു 5 കൊല്ലം അല്ലെ 10 കൊല്ലം പോകുമായിരിക്കും. 10 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എങ്ങോട്ട് വലുതാക്കാനാ? മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ഇനിയിപ്പം ആകാശപാതകളും അല്ലാണ്ട് വേറെ മാർഗങ്ങളൊന്നുമില്ല. അതിപ്പം ചെയ്യാൻ പറ്റുന്നിടത്തൊക്കെ ചെയ്യണം. അപ്പം ഈ പ്രധാനപ്പെട്ട നഗരങ്ങളിലെ അപകടങ്ങൾ ചുരുക്കണമെങ്കിൽ എന്താന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്രോസ് ഫ്ലൈ ഓവർ വന്നാൽ ഇപ്പോൾ ഒരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു ക്രോസ് ഫ്ലൈ ഓവർ ഇപ്പം പിന്നെ തിരുവനന്തപുരത്ത് 20 കിലോമീറ്ററോ എറണാകുളത്ത് ഒരു 20 കിലോമീറ്ററോ ഒക്കെ ഇതേമാതിരി വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടും. ഈ വിദേശത്തെ റോഡുകളുടെ ഇൻക്ലൂസിവിറ്റി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ? ഡിസേബിൾ പീപ്പിൾ, അതെ, അവർക്ക് ബസ് ഇറങ്ങാനും കയറാനുള്ള ഒരു ഫെസിലിറ്റി ബസ്സിന്റെ സൈഡിൽ, ബസ് സ്റ്റോപ്പിന്റെ സൈഡിൽ വേണം. കുട്ടികൾക്ക് സേഫ് ആയിട്ട് കയറാനുള്ള, എല്ലാവരും ചെറിയ കുട്ടികൾക്ക് ഹൈറ്റ് കൂടുതലായിരിക്കാം, ഈ സ്റ്റെപ്പ് ഹൈറ്റ് കൂടുതലായിരിക്കാം, അവർക്ക് കയറാൻ പറ്റില്ല. അപ്പം അതിന് ഈ ബസ് വന്ന് നിൽക്കേണ്ടത് ഒരു സ്റ്റെപ്പ് കുറച്ച് കൂടുതലുള്ള ഒരു സ്ഥലത്തായിരിക്കും. അതുണ്ട്, പല സ്ഥലത്തും ഈ ബസ് ലോവർ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് ഈവൻ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് നമുക്ക് വീൽ ചെയർ അവർക്ക് ഓടിച്ചു കയറ്റാം. വണ്ടികൾ താഴ്ത്തും, അവിടെ നിന്ന് ഒരു ചെറിയ റെയിലിംഗ് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അതിലൂടെ വീൽ ചെയർ സമയം നിന്ന് കൊടുക്കാനുള്ള ടൈം ഗ്യാപ്പും ഉണ്ട് അവർക്ക്. അത് പുറത്ത് പ്രത്യേകിച്ച് മറ്റു രാജ്യങ്ങളിൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് പ്രിഫറൻസ്. കുട്ടികൾക്കും ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്കുമാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പം അവർ സേഫ്, നമ്മളെപ്പോലെ ജീവിക്കാൻ അർഹതയുള്ളവരാണ് അവർ. അപ്പം അവർ സേഫർ സൈഡിലാണ് പോകേണ്ടത്. അപ്പം അവരെ മറ്റു രാജ്യങ്ങൾ കെയർ ചെയ്യുന്നത് കൂടുതലാണ്. നമ്മുടെ
നാട്ടിൽ അത്ര ഫ്രണ്ട്ലി ആയിട്ടില്ല ഹാൻഡിക്യാപ്ഡ്. ഇപ്പം മേ ബി പാർക്കിംഗ് ചില സ്ഥലത്ത് കാണുന്നുണ്ടെന്നല്ലാതെ ബിൽഡിംഗ്, ട്രാൻസ്പോർട്ടേഷൻ എല്ലാം അതുപോലെ ഫ്രണ്ട്ലി ആയിരിക്കും. ഈവൻ നമ്മൾ എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ ആദ്യം വുമൺ ആൻഡ് ചിൽഡ്രൻ ഹാൻഡിക്യാപ്ഡ് ആളുകളെയാണ് ആദ്യം കയറ്റുന്നത്. അത് കഴിഞ്ഞിട്ടാണ് സാധാരണ സിറ്റിസൺസിനെ കയറുന്നത്. അപ്പം ഇതിലെല്ലാം സ്റ്റഡി ചെയ്യണം, ഇതെല്ലാം ഇത് ഇംപ്ലിമെന്റേഷനിൽ വരണം. റോഡ് സംസ്കാരം എന്ന് പറയുന്ന ഒരു അവബോധം സാധാരണ പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഒരു വിഭാഗത്തിൻ്റെ ഇടയിൽ നന്നായിട്ട് ചില കുട്ടികളൊക്കെ നന്നായിട്ട് ഇപ്പോഴുണ്ട്. പക്ഷെ അതിനനുസരിച്ച് ഒരു സാഹചര്യം നമുക്കില്ല. അങ്ങനെ കുട്ടികൾ വളരുന്നില്ല, വളർത്തുന്നില്ല. ഭരണകൂടമടക്കമുള്ള സിസ്റ്റങ്ങളുടെ ഒരു പങ്ക് എത്രത്തോളം ഉണ്ട് ഈ ഒരു റോഡ് കൾച്ചർ ഇല്ലാത്തത്? ചെറുപ്പക്കാരെ ഡ്രൈവിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു 2-3 കൊല്ലമെങ്കിലും വളരെ ശക്തമായ രീതിയിൽ അവരിലേക്ക് ഈ സംസ്കാരം അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ളൊരു പഠന സമ്പ്രദായം എന്തെങ്കിലും വരിക, അത് നിർബന്ധമായിട്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറച്ചു പേരെങ്കിലും നന്നാവും. ഇപ്പൊ പൊതുവെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതിന് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഇപ്പം പരീക്ഷ പാസ്സാണോ, എന്താ ചെയ്യുക, റൊട്ടീൻ ചോദ്യ പേപ്പറുകളുണ്ട് ഇല്ലേ, അത് പഠിച്ച് അവിടെ ചെന്ന് ഛർദ്ദിച്ചാൽ കൊടുക്കും. അതിനൊക്കെ കുറേ ക്വസ്റ്റ്യനെയർ ഉണ്ട്. അതിപ്പം ഓരോരോ ഈ ഡ്രൈവിംഗ് സ്കൂളുകാർ അല്ലെങ്കിൽ ചില ഏജൻസികളൊക്കെ ഉണ്ട് ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. പിന്നെ അതിനകത്തിലൊക്കെ ബ്രൈബൊക്കെ ഉണ്ടാവും, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ എന്നാലും അടിസ്ഥാനപരമായിട്ട് അവനത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കില്ല എന്ന് പറയാം. അപ്പം അങ്ങനെ കാണാതെ പഠിച്ചുകൊണ്ട് കാര്യമില്ല. പക്ഷെ എല്ലാ വർഷവും ഈ പരിശീലന സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് സർക്കാർ. ഈ റോഡ് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കണ്ടന്റ് ആ പരിഷ്കാരങ്ങളിൽ കാണാനാകുന്നില്ല. ഞാൻ 10,000 കണക്കിന് ക്ലാസ്സുകൾ ഈ റോഡ് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ഒരു ഈ ഹോസ്പിറ്റലൈസേഷനും വേണ്ട, അങ്ങനെ നിയമം പേടിക്കേണ്ട, നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഒരു ട്രോമ കെയർ എന്ന് പറഞ്ഞൊരു സൊസൈറ്റി ഉണ്ടാക്കി അതിന് ഒരുപാട് പ്രവർത്തനമൊക്കെ നടന്നത്. പക്ഷേ അതുപോലൊക്കെ കാര്യമായി ചെറിയ പ്രയോജനമൊക്കെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നില്ല. കാര്യമായി പ്രയോജനം കിട്ടി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 100 പേര് നമ്മളിത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പരമാവധി ഒരു 10 പേര് ഉൾക്കൊള്ളും. അതിനപ്പുറത്തേക്ക് പോകുന്ന ഒരു സംസ്കാരം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ക്ലാസ് എന്ന് പറയുന്നത് കൊണ്ട് വലിയൊരു പ്രയോജനമൊന്നുമില്ല. പ്രയോജനമുണ്ട്, പക്ഷെ എന്ന് പറഞ്ഞാൽ നന്നാവണമെന്ന് വിചാരിച്ചു അതിന് കൂടുതൽ സൗകര്യം കിട്ടും. ഞാൻ എന്ത് ചെയ്താലും നന്നാവില്ല എന്ന് വിചാരിക്കുന്നവരെ നമ്മൾ ക്ലാസ് കൊടുത്തിട്ട് എന്താ കാര്യമുള്ള ഒരു കാര്യമില്ല. അപ്പം പഠിക്കാത്തവനെ പഠിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം അതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. അതിന് വ്യക്തികൾ നമ്മുടെ അതായത് കുടുംബപരമായിട്ടും സാമൂഹികമായിട്ട് ഈ മറ്റ് സംസ്കാരം ഉണ്ടാകുന്ന മാതിരി തന്നെ ഒരു റോഡ് സംസ്കാരം ഇതിൻ്റെ പാരലായിട്ട് സമാന്തരമായിട്ട് ഉണ്ടായി വരണം.